സമസ്തയിലെ AP വിഭാഗത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും അവർക്കേറെ ഇഷ്ടമുള്ള രണ്ടാളുകൾ ഇവിടെ വന്നു, അങ്കടിമുഖറിൽ വന്നു. അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. വ്യക്തിപരമായി മമ്പാട്ടുകാരൻ അവനതാവാനേ കഴിയൂ. അതിനപ്പുറത്താകാനുള്ള ഭാഗ്യം പരമ്പരാഗതമായി പൈതൃകമായി കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവൻ എൻ്റെ ബാപ്പാനെ പലവരും പറഞ്ഞു. വ്യക്തിപരമായി എൻ്റെ ബാപ്പാനെ പറഞ്ഞു, നിൻ്റെ ഉമ്മയല്ല എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും പറയാൻ വേണ്ടി ഒരുത്തനെ മണിക്കൂർ കൊണ്ടുവരേണ്ട ആവശ്യം ഏതെങ്കിലും ഒരു സംഘടന കണ്ടോ? പിന്നെ പഠിച്ചതേ പാടൂ. സ്വന്തം മാതാപിതാക്കളെ ജീവിതത്തിൽ ആദരിച്ച് പഠിച്ചിട്ടില്ലാത്തവർക്ക് അവരെൻ്റെ വാപ്പാനെ ചീത്ത പറയാൻ സുഖമാണ്, ഒരു ദുഃഖം ഉണ്ടാവില്ല. കാരണം സ്വന്തം മാതാപിതാക്കൾക്ക് പുല്ലുവില കൽപ്പിക്കാത്തവന് അങ്ങനെ സാധിക്കൂ എന്ന് ഹബീബുന ഷഫീയുന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. സാരമില്ല, നമുക്ക് ചില വിഷയങ്ങൾ ഞാൻ ആദ്യമായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ്. നമ്മുടെ ദേവത്ത് അമ്പിയാക്കളുടെ പാതയിലായിരിക്കണം. ഞാനിന്ന് പറയുന്ന കാര്യം, ഈ ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നാം ഗൗരവമായി കാണേണ്ടതാണ്. അനന്ത പരകോടി ജീവജാലങ്ങളുള്ള ഈ പ്രപഞ്ചം, കോടാനുകോടി മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മണ്ണോട് മണ്ണ് ചേരും. എല്ലാവരും ആരും അതിൽ നിന്ന് വ്യത്യാസമല്ല. അല്ലാഹ് പറയുന്നത് നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. 56-ാം അധ്യായം 60-ാമത്തെ വചനമാണ്. എല്ലാവരും മരണത്തിന് വിധേയമാകും. മുജാഹിദും സുന്നിയും ജമാഅത്തും തബ്ലീഗും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം. പിന്നെ ലോകം അവസാനിക്കുമ്പോൾ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. 55-ാം അധ്യായം 26-27 വചനങ്ങൾ. ലോകമെല്ലാം തകരും, അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രം അവശേഷിക്കും. അങ്ങനെയുള്ള അവസ്ഥകൾ വരാനിരിക്കുന്നു. നാം എപ്പോഴാണ് മരിക്കുക നമുക്കറിയില്ല. നമ്മുടെ ലക്ഷ്യം ദഅവത്താണ്. കാരണം മനുഷ്യനെ, ജിന്നുവർഗത്തെ അല്ലാഹ് സൃഷ്ടിച്ചത് എന്തിനാ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ. അല്ലാഹ് പറയാണ് ദാരിയാത്ത് അദ്ദാരിയാത്ത് 56-57 വചനം. മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ്. അദ്വാ ഹുവൽ ഇബാദ, അദ്വാ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ക്ലാരിറ്റി വരുത്തിയാൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്ന ഉത്തമമായ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നർത്ഥം. അഥവാ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും കാതലായത് അവൻ ആരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈസാ നബിയോട് പ്രാർത്ഥിച്ചവൻ ഈസാ നബിയെ ഇലാഹാക്കി. അതെ, ഒരു നബിയെ വിളിച്ചവൻ കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി ഒരു ഔലിയെ വിളിച്ചവൻ അവൻ ആ ഔലിയെ ഇലാഹാക്കി. ആണെന്നവൻ വിശ്വസിക്കുകയേ വേണ്ട. ഇലാഹാണെന്ന് അവൻ വിശ്വസിക്കാതെ വിളിച്ചാലും, ഇലാഹിന് നൽകേണ്ട സ്ഥാനം നൽകിയാലും അവിടെ ഉലൂഹിയത്ത് വന്നു, അവിടെ അതിനെ ആരാധിക്കൽ വന്നു. ശ്രീരാമനോട്, ശ്രീകൃഷ്ണനോട്, അതുപോലെ യേശുക്രിസ്തുവിനോട്, കന്യാമറിയമിനോട് നമുക്കാർക്കും പ്രത്യേകിച്ച് വിരോധമുണ്ടാകേണ്ടതില്ല. പക്ഷേ സൃഷ്ടിച്ച നാഥനെ മറന്ന്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ മറന്ന്, അവൻ നൽകിയ അനുഗ്രഹങ്ങളെ മറന്ന് അവനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം സൃഷ്ടികളോട് നന്ദി കാണിച്ച് ജീവിക്കുന്നവർ ഈ മണ്ണിലുണ്ട്. വൈദ് തഅദ്ദന റബ്ബുക്കും
ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്നദാബീ ലശദീദ്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനം. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ, എല്ലാ സക്കാഫിമാരെയും മറക്കുക, എല്ലാ ദാരിമിമാരെയും മറക്കുക. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാകുന്ന ദിനത്തെ ഗൗരവമായി ഓർക്കുക. അതെന്താ ഇവിടെ പറയണേ? നിങ്ങൾക്ക് ഒരുപാട് നിയമത്ത് നൽകി, നന്ദി കാണിച്ചാൽ ഞാൻ അധികരിപ്പിച്ച് തരും, നന്ദികേട് കാണിച്ചാലോ ഇന്നദാബീ ലശദീദ്, കഠിനമായി ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ കാര്യം, ഇവിടെ ഒരു പരിപാടി നടന്നു, അതിന് ജനാധിപത്യപരമായി ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ആചരിച്ച് പ്രബോധനം ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഓരോ പൗരനിലും നിക്ഷിപ്തമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് നൽകുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുകൊണ്ട് ഇവിടെ സമസ്തയും ഇവിടുത്തെ 2 സമസ്തയും ഒന്നിച്ച് മറുപടി പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒറ്റക്ക് മറുപടി പറയാൻ ത്രാണിയില്ലാത്തത് കൊണ്ട്, താക്കത്തില്ലാത്തത് കൊണ്ട്, ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട്. ഇനി നമ്മൾ ഒന്നിക്കണം, അല്ലെങ്കിൽ സമസ്ത ഒലിച്ചു പോകും. യുവാക്കളും യുവതികളും ജനങ്ങളും മുജാഹിദുകൾ ആയത്തുദ്ധരിക്കുന്നു, ഹദീസ് ഉദ്ധരിക്കുന്നു, അത് കേട്ട് ജനങ്ങൾ വിലയിരുത്തുന്നു, അവരവരുടെ മൊബൈൽ നോക്കുന്നു, അവർ പഠിക്കുന്നു. അത് പേടിയാ. പണ്ട് മക്കയിലെ മുശ്രിക്കുകൾക്കും അത് പേടിയായിരുന്നു, ദുഃഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എക്കാലഘട്ടത്തിലും അങ്ങനെയാണ്. സത്യനിഷേധികള് ഖുർആൻ ഓതുന്നത് കേൾക്കരുത്. സത്യനിഷേധികള് ശരിക്കും ചിന്തിക്കണം. നിങ്ങൾ ഖുർആൻ കേൾക്കരുത്, കൂക്കിക്കോളി, ബഹളം ഉണ്ടാക്കിക്കോളി, നിങ്ങൾക്ക് ജയിക്കാം. അടിവരയിടണം, അടിവരയിടണം. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് ആമീൻ സജദ 26-ാമത്തെ വചനം എന്താ പറയുന്നത്? വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്. അന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതറിയോ? ഖുർആൻ ഓതിയാ തോറ്റുപോകും നമ്മൾ, ഖുർആനിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് മട്ടന്നൂരിൽ ഞാൻ പറഞ്ഞത്, വാ കൊണ്ടുവാ, എഴുതിയിട്ട് ഖുർആനിന് തുല്യമായ ഒരു വചനം എഴുതി കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചത് ആ ആർജവം കൊണ്ടാണ്. അതെ, അള്ളാന്റെ ഗ്രന്ഥത്തിന്റെ മുമ്പിൽ തോൽക്കാത്ത പ്രത്യേക ശാസ്ത്രങ്ങളില്ല. മുജാഹിദുകളെ, നമ്മുടെ ഏറ്റവും വലിയ ആയുധം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. എന്തുകൊണ്ട്? തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം വഴി തെറ്റൂല എന്ന് പറയുന്നത് പുരോഹിതന്മാരല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങളല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേരളത്തിലെ കെ എം മൗലവിയോ വക്കം മൗലവിയോ അല്ല. ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഈ വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. എന്റെ നാഥനിലേക്ക് ഞാൻ യാത്ര പോവുകയാണ്. അതുകൊണ്ട് സ്വഹാബത്തെ, അതുകൊണ്ട് ലോകമേ, തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. 2 കാര്യങ്ങൾ മക്ക വിട്ടേച്ചു പോകുന്നു എന്നല്ല, മദീന വിട്ടേച്ചു പോകുന്നു എന്നല്ല, മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ചിന്തക്കനുസരിച്ച് ആശയങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കാൻ അല്ല പറഞ്ഞത്. തീർന്നില്ല, നബിയെ ലോകത്തോട് പറയണം, നിങ്ങൾക്ക് നിങ്ങൾക്ക് മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. എന്നല്ല പറയുകയാണ്. എന്താ പറയുന്നത്? ഖുർആനിലെ 4-ാം അധ്യായം 59 പറയുന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങളിലേക്ക് മടക്കാനല്ല, അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് മടക്കാൻ. അപ്പൊ ചോദ്യമുണ്ട്, അതെങ്ങനെ നമുക്ക് മനസ്സിലാകും?
നേരെ ചൊവ്വേ ഇസ്ലാമിന്റെ പാത. തറക്തു ഫീക്കും അംറൈനി പറഞ്ഞ കൂട്ടത്തിൽ തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായ പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ലോകത്തോട് ഇവിടെ പറയുന്നത്. ഇല്ല, ലോകം അവസാനിക്കുന്നവരെ ഇസ്ലാമിൽ തെല്ലും സംശയങ്ങളില്ല. സൂചി പോലെ രാത്രിയുടെ ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ട് പകലിന്റെ വെളിച്ചം പോലെ രാത്രി പ്രക്ഷോഭിതമാണ്. ഇസ്ലാം അവ്യക്തതകളില്ല, സുവ്യക്തമായ പടവുകളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് എന്ന് നബിയുന ഷഫീയുന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയാൻ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖീല വമൻ അബാ യാ റസൂലല്ലാഹ് വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും. എങ്ങനെ പോകും? സ്വർഗത്ത് പോകും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. മൻ, അപ്പൊ അവർ ചോദിച്ചു, ഖീല വമൻ, റസൂലേ ആരാണ് ആ വിസമ്മതിച്ചവർ? റസൂൽ പറഞ്ഞു, വമൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ അവർ സ്വർഗത്തിൽ പോകും. എന്നോട് അനുസരണ കേട് കാണിച്ചവർ തീർച്ചയായും അവരാണ് നരകത്തിന്റെ അവകാശികൾ. വനോക്കു വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരി വമൻ യഹ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഖുൽ, പറയണേ നബിയേ, എന്ത് പറയണം? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ജുനുബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. 33-ാം അധ്യായം 36-ാമത്തെ വചനം, 3-ാം അധ്യായം 31-ാമത്തെ വചനം. അല്ലാഹുവും റസൂലും പറഞ്ഞാൽ അതിനപ്പുറത്ത് പോകാത്തവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവഹുമാ. വല്ലാത്തൊരു ആശയമാണ് ലോകഗുരു പറയുന്നത്, പ്രവാചക തിരുമേനി പറയുന്നത്. ഒരാൾക്ക് 3 കാര്യത്തിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നു. അന്ന് എന്താണ്? ആദ്യത്തേത് എന്താണ്? അല്ലാഹുവും റസൂലുമാണ് അയാൾക്ക് ഏറെ പ്രിയങ്കരം. ഉമർ ബിൻ ഖത്താബിനേക്കാൾ, അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? തിരുദൂതനാണ്. തിരുദൂതൻ കൊടുത്ത ബാങ്ക് 1 ആണെങ്കിൽ, തിരുദൂതൻ നിസ്കരിച്ചത് 11 ആണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതൊരാൾ അനുധാവനം ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾ എങ്ങനെ കുറ്റക്കാരനാകും? ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, തെളിവുകൾ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എവിടെ നിങ്ങളുടെ കയ്യിൽ തെളിവ്? Bring the evidence. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണം, സത്യത്തോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ തഖ്വയുടെ മാനദണ്ഡം, നിങ്ങൾക്ക് തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളം നിങ്ങൾ സത്യപ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്നു കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്നു ഉപേക്ഷിച്ചുവോ അത് ഉപേക്ഷിക്കാൻ. 59-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ദഅൂനി മാ തറക്തുകും മിന്നമാ അഖ്ലകം മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും അൻ അംബിയാഇഹിം വഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതതും. ഞാൻ ഉപേക്ഷിച്ചതായ ഒന്നും കൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. അധികരിച്ച ചോദ്യങ്ങൾ ചോദിക്കരുത്. കസ്റത്ത് സുവാൽ ലോകത്തെ നശിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഛിന്ന ഭിന്നമാക്കിയതിൽ കസ്റത്ത് സുവാൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജിന്ന് അങ്ങനെ ചെയ്യില്ലേ, ജിന്ന് ഇങ്ങനെ ചെയ്യില്ലേ, മരുഭൂമിയിലെ ജിന്ന് ഇങ്ങനെ ചെയ്യില്ലേ, മലക്കിനെ വിളിച്ചുകൂടെ? ആവശ്യമില്ലാത്ത ഉണ്ടാക്കിയ, പടച്ചുണ്ടാക്കിയ, ഏച്ചുകൂട്ടിയ ചോദ്യങ്ങൾ നമ്മളെ ഛിന്ന ഭിന്നമാക്കി. മുത്തുനബിയുടെ പ്രവചനമാണ്, അനാവശ്യമായ ചോദ്യങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിക്കണം എന്ന്. ഈ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രം ഒരു ക്ലിപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ പോകണം. മക്കളത് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ നമ്മൾ ക്ലിപ്പിട്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കും. ഇന്നും ഉപകാരപ്പെടാതെ പോവില്ല. നിങ്ങൾ
ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാരപ്പെടാതെ പോകില്ല. അള്ളാഹു സാക്ഷി, ഇൻഷാ അള്ളാഹ്. നമ്മുടെ ഒരു ക്ലിപ്പിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നിങ്ങളൊരു ക്ലിപ്പ് കേൾക്കുകയാണ്. പോയിട്ട് തൗഹീദ് നാമാവശേഷമാകുന്ന ആശങ്ക എനിക്കില്ല. പക്ഷേ ഞാനൊരു കാര്യം പേടിക്കുന്നുണ്ട്. ഇന്നമാ തഖവ്വഫു അലൈക്കും റജുല, ഞാൻ ചില മനുഷ്യന്മാരെ പേടിക്കുന്നുണ്ട്. ഏതാണ് ആ മനുഷ്യർ എന്നറിയോ? പുട്ടിന് തേങ്ങടും പോലെ ആയത്തവരോതോ മുത്തുനബി പറഞ്ഞതാ മുസ്ലിമീങ്ങള്. എന്നാൽ ആയത്തങ്ങനെ ഓതി അവസാനം അവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അവന്റെ അയൽവാസിക്കു നേരെ അവൻ ശിർക്ക് ആരോപിക്കുകയാണ്. അയൽവാസിയായ വിശ്വാസിക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന ഒരു കൗമ് ആയത്തവർ ഓതുന്നുണ്ട്. എന്നിട്ടവർ മുർത്തദാന്ന് പറഞ്ഞു വാളെടുത്ത് കൊല്ലുന്നുണ്ട്. അല്ലാതെ മമ്പാട്ടുകാരന് പമ്പിച്ച സങ്കടം എന്താ? ആയത്തോതിട്ട് എന്താ വിഷമം? ഇതിൽ ശരിക്കും ചിന്തിച്ചോളണം. ഖുർആനിൻ്റെ വചനം ഉദ്ധരിച്ചപ്പോൾ അസ്വസ്ഥമായവർ മക്കയിലെ മുശ്രിക്കുകളാണ്, അന്നത്തെ ജൂതന്മാരാണ്, അന്നത്തെ ക്രിസ്ത്യാനികളാണ്. സത്യല്ലേ? അല്ലേ? ആയത്തോതുമ്പോൾ എന്താ ഇത്ര പ്രയാസം? കൊള്ളുകയാണ്, പാമ്പിൻ്റെ മേലെ മണ്ണെണ്ണ ഒഴിച്ച മാതിരി. കാരണം ജീവിതത്തിൽ സുന്നികൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്ത്, 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്ത്. മുജാഹിദുകളോ 100 കണക്കിന് ആയത്ത്. ആരാത് പറയണത്? സാക്ഷാൽ കാന്തപുരം ഉസ്താദിനേക്കാൾ വലുതായിട്ട് പടച്ചോനെ പോലും അവർക്ക് തോന്നിയിട്ടില്ല. ഇല്ല, നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും നിങ്ങൾക്ക് പടപ്പ് കിടപ്പോലെ പ്രിയങ്കരം പടച്ചോനായിട്ടില്ല. അത് തെളിയിച്ചിട്ടേ ഇൻഷാ അല്ലാഹ് ഈ സ്റ്റേജ് ഞാൻ വിടും. നിങ്ങൾക്ക് റബ്ബിനേക്കാൾ, റബ്ബിന്റെ 10,000 ഇരട്ടി ഔലിയാക്കളാണ് നിങ്ങൾക്ക് വലുത് എന്ന് തെളിയിച്ചിട്ടേ ഇൻഷാ അല്ലാഹ് ഈ ഓഡിറ്റോറിയം വിടുള്ളൂ. എന്താ മുമ്പൊരു പ്രയാസം? ആയത്ത് തുരുതുരാ ഓതും, എന്നിട്ട് വിശ്വാസികൾക്ക് നേരെ അതോതും, അവരെ കാഫിറാക്കും. അതായിരുന്നു ഖവാരിജികളുടെ പണി. ആയിരുന്നു ഖവാരിജികൾ ഖുർആൻ ഓതി കുഫ്റില്ലാത്തവരുടെ മേൽ കുഫ്ർ ആരോപിച്ചിരുന്നു. അത് ആരോപണമായിരുന്നു, യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമുണ്ടായിട്ടില്ല. എന്നാൽ ഇസ്ലാം ആരെ നന്നാക്കാനും ആയത്തെ ഓതിയിട്ടുള്ളൂ. ഇവരുടെ വാദപ്രകാരം ഒരായത്ത് ഓതാൻ പാടില്ല. കാരണം എന്താ? അത് മക്കയിൽ ഇറങ്ങിയതാണ്. മുസ്ലിയാർ കുട്ടികൾ പറയലെന്നറിയോ? അത് മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞ ശരി, മുക്കത്തെ മുസ്ലിമീങ്ങളോട് പറഞ്ഞ ഒരു വചനം ഖുർആനിലുണ്ടോ? എൻ്റെ പൊന്നുമുത്തേ, ഇവിടെ ഇരിക്കുന്ന ചക്കരകളെ, കാസർഗോഡ് അങ്കടി മുഖറിലെ ബഷീർ കള്ളുടിക്കരുത് എന്ന് ഖുർആനിലുണ്ടോ? ഇവിടുത്തെ ഒരു AP സുന്നി പള്ളിയിൽ ഒരു ഖുർആനായിട്ട് ഒരാൾ ചെന്ന് അങ്കടി മുഖറിലെ ആയിഷ വ്യഭിചരിക്കരുത് എന്നുള്ള ഒരായത്ത് എനിക്കൊന്ന് കാണിച്ചു തരൂ. ഉണ്ടാവോ? ഇല്ല. പിന്നെ ലോകത്ത് എവിടെ ജീവിക്കുന്നവന്റെ ശിർക്കും ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. മക്കയിലും മദീനയിലെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളൂ. 114 അധ്യായം എവിടെയാ? ഫാത്തിഹ എവിടെയാ? ബഖറ എവിടെയാ? ആലിമ്രാൻ എവിടെയാ? നിസാ എവിടെയാ? മായിദയും അൻആമും ആറാഫും അൻഫാലും തൗബയും യൂനുസും ഹൂദും എല്ലാം എവിടെയാ? യൂസുഫും അവിടെയാ? അതെ, റഅദും അവിടെയാ? ഹിജ്റും അവിടെയാ? ഇബ്രാഹിമും അവിടെയാ? ആ അധ്യായങ്ങളൊക്കെ അവിടെയാ. അതുകൊണ്ട് ഖുർആൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇറങ്ങി ഓരോരുത്തരോടും സംസാരിക്കണോ? മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് മക്കയിലാണെങ്കിലും ആ ആയത്ത് നിന്നെ ബാധിക്കുന്നതാണ്. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീല. ഈ ആയത്തിൽ ആരുടെയെങ്കിലും പേരുണ്ടോ? പ്രദേശമുണ്ടോ? നാടുണ്ടോ? മക്കയിലെ മനുഷ്യരെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണോ 17 അധ്യായം 31-32 വചനം? അല്ല. പലിശ വാങ്ങരുതേ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ദാ പലിശ നിരോധിച്ചു. അതേ ആയത്ത് തന്നെയാണ്. 2-ാം അധ്യായം 278 ആയത്ത്. അതന്നെയാണ് നിങ്ങൾക്കും എനിക്ക് ബാധകം. ഇനി നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് പോവുകയാണ്. ഇതിനേക്കാൾ രസമാണ്. നിങ്ങൾ കേട്ടോളി. ഇവരെങ്ങനെ ആയത്തോതും ധാരാളം. എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. 38-48 എന്ന് പറഞ്ഞിങ്ങനെ എല്ലാ ആയത്തിലും പേര് തെറ്റിക്കൊണ്ടാണ് പേരും
സുന്നികൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ ഭാഗത്തുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുത്തേ ഓതും. ഇനി ഇതിനേക്കാൾ വലിയൊരാൾ നിങ്ങൾക്കില്ലല്ലോ. മമ്പാട്ടുകാരൻ എന്തായാലും ഇല്ല. ഈ കേട്ട ശബ്ദത്തിൻ്റെ ഉടമയേക്കാൾ നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങളെ മുമ്പ് കാണുന്ന ദൈവമാണിത്, കൺകണ്ട ദൈവം. ഇൻഷാ അല്ലാഹ് ഒരു മരണയാക്കുണ്ടല്ലോ, അത് കഴിഞ്ഞാലുള്ള പൂരം ഞാൻ പ്രവചിക്കുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വന്നാൽ ഞാൻ എഴുതി തരും എന്നതേ അവിടെ നടക്കൂ. ഭാവി പ്രവചിക്കല്ല. അവിടെ എന്താണെന്നുള്ളത് നല്ലോണം അറിയാവുന്നുണ്ട്. ഈ ഉസ്താദ്, നിങ്ങൾ കേട്ട ഉസ്താദ് എന്താ പറഞ്ഞ്, 2 മണിക്കൂർ മുജാഹിദുകളോ ഓതിയാൽ ധാരാളം തോതുന്നു അപരാധമായിട്ടാണ് പറയുന്നത്. പിന്നെ മഹത്വോ അത് ശൂന്യക്കാണ്. എന്താ മഹത്വോ? 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1 or 2 ബാക്കിയേതാ ഉസ്താദുമാരുടെ വാക്ക്, അതുപോലെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ വാക്ക്, പണ്ഡിതന്മാരുടെ വാക്ക്, സ്വാലിഹ്യങ്ങളുടെ വാക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഖുർആനിനേക്കാളും കാന്തപുരം പ്രാധാന്യം കൽപ്പിച്ചെന്തിനാ? ഈ ക്ലിപ്പിൽ എൻ്റെ ദുർവ്യാഖ്യാനമല്ല. കാന്തപുരം ഖുർആനിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്, സുന്നത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇമാമിങ്ങളുടെ വാക്ക്. ഞങ്ങൾ അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ഖുർആനിനേക്കാളും അള്ളാഹിനേക്കാളും ഒക്കെ വലുത് മറ്റു പലരാണ്. അതുകൊണ്ടാണ് നന്ദി കെട്ട വർഗം എന്ന് നിങ്ങളെപ്പറ്റി ഒരു സങ്കോചവുമില്ലാതെ, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഈ ഉള്ളവൻ നിങ്ങളെ വിളിച്ചത്. ഇനി ആലോചിക്കാൻ ഞാനൊരു കാര്യം പറയാം. ഈമാൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈബന്ധിച്ചേ, പ്ലീസ് ഒന്ന് കൈബന്ധിച്ചേ. ഈമാൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈമാൻ ഉണ്ടാകണം, ഇല്ലേ? ഉണ്ട്. അല്ല പറയാണ്, ഈമാൻ വർദ്ധിക്കാൻ എന്ത് വേണം? അള്ളാന്റെ ഖുർആനാട്ടോ, 8-ാം അധ്യായം. മമ്പാട്ടുകാരനും MT-യും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വേർക്കുന്നുണ്ടാവും. ഭാര്യമാരോട് കർച്ചീപ്പ് കൊണ്ടുവരാൻ പാടാ, തുടച്ചാൽ മതി വേർക്കും കേട്ടോ. അള്ളാന്റെ ഗ്രന്ഥം 8-ാം അധ്യായം 2-ാമത്തെ വചനം. അതിലെന്താ പറയണറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, ശരിക്ക് വജിലത്ത് ഖുലൂബ് ഉണ്ടാകുക മുജാഹിദുകൾക്കാ, സമസ്തക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെടുന്നില്ല. ഇവിടെ മമ്പാട്ടുകാരൻ വന്നു, പകരാഹ്സനി അള്ളാഹിനെ പറ്റി പറയാറില്ലെന്ന് ഞാൻ പറഞ്ഞു. മമ്പാട്ടുകാരൻ അത് അംഗീകരിച്ചു. ശരിയാണ്, തെളിവ് ധരിക്കാൻ കഴിഞ്ഞില്ല, പടായി പറഞ്ഞു പോയി. ഇവിടെ അള്ളാഹ് എന്താ പറയുന്നത്? 8-ാം അധ്യായം 2-ൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലതു ഖുലൂബുഹും, ഹൃദയം. ഞാൻ ശരിക്കും കണ്ടതാണ്. എൻ്റെ ഉമ്മാൻ്റെ കുടുംബമൊക്കെ AP സുന്നികളായിരുന്നു, കാരന്തൂർ മർക്കസിൻ്റെ അടുത്തായിരുന്നു. അപ്പം അവര് ദർഗ പോയാൽ ദർഗ പിടിച്ചിട്ട് കരയും. മഗ്‌രിബിന് പള്ളി കയറി നിസ്കരിച്ച മൂക്കിലൊക്കെ കൈയിട്ട് നിസ്കരിക്കാം. ഇങ്ങനെ മഗ്‌രിബിനെ പടച്ചോന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നിന്ന് കിടക്കൊക്കെ നോക്കി നിസ്കരിക്കുക. അതേ മനുഷ്യന്മാര് ഖബറിന്റെ അടുത്തെത്തിയാലോ കുയ്യാനന്റെ മാതിരി ഇങ്ങനെ പിറകോട്ട, എന്താ ചന്തി ഇങ്ങോട്ടാക്കിയാൽ ദർഗക്ക് നേരെയായി. കാബന്റെ അടുത്ത് ഈ ചന്തിട്ട് ഒരക്കാം, ദർഗന്റെ അടുത്ത് ഒരക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ പറയല്ല, നല്ലോണം ചിന്തിക്കാൻ പറയാണ്. ഇവർക്ക് ഏറ്റവും വലുത് ദർഗയാണ്. മരിച്ചുപോയവരെ ആരാധിക്കുന്ന കൗമ്, ജീവിച്ചിരിക്കുന്ന സായിബാബയോ, മരിച്ചുപോയ സായിബാബ ജീവിച്ചിരുന്ന കാലത്തോ ഇനി അമൃതാനന്ദമയെ ജീവിക്കുന്ന കാലത്തോ ഇവർ കൊണ്ടെടുക്കും. മരിച്ചാലോ ഒരുപോലും കൊണ്ടെടുക്കണില്ല. സായിബാബയെ ഒരുപോലും കൊണ്ടെടുക്കണില്ല. ഇവരോ മരിച്ച് കിട്ടാൻ കാത്തിക്കുക. ഹയ്യുല്ലാ യമൂത്ത്, എന്നും ജീവിക്കുന്ന റബ്ബിനെ വിളിക്കാനാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ്. നമ്മുടെ പോക്കർ പറയുന്നത് ജീവിച്ചിരിക്കുന്നവർ വേണ്ട, മരിച്ച് ഖബറിലെത്തിയ പിന്നെ തുടങ്ങിക്കോളി ഇബാദത്ത് എന്നാണ്. കഷ്ടം എന്നേ പറയാനുള്ളൂ, കഷ്ടം. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അൽ ഈമാനു യസീദു വയൻകുസു. ഈമാൻ കൂടും കുറയും. ഈമാൻ കൂട്ടാനുള്ള വഴി എന്താ? പെട്രോൾ കുറയും, പെട്രോൾ ഫുള്ളാകണം, ടാങ്ക് ഫുള്ളാകണോ? ആയത്തോതണമെന്നല്ല, ആയത്തോതില്ലെന്ന് ഖുറാഫി. ചിന്തിക്കുക. അടുത്ത ക്ലിപ്പ്.
തഅലീമും തസ്കിയത്തും. തസ്കിയത്തിന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ തഅലീം. ആളുകളെ സംസ്കരിപ്പിക്കുക, ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊരായത്തിൽ പറഞ്ഞത് ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സംസ്കരിപ്പിക്കുക. പക്ഷേ ഇത് ഈ രണ്ട് ആയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞെങ്കിലും ഈ 3-4 ആയത്തുകളിലും ആദ്യമായി എടുത്തു പറഞ്ഞത് യത്ലു അലൈഹിം ആയാതിഹി, ഖുർആനിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കും, പാരായണം ചെയ്യുമെന്നാണ്. അപ്പൊ തഅലീമും തസ്കിയത്തും ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കണം. മമ്പാട്ടുകാരൻ ഇരിക്കുന്നിടത്ത് MT ദാരിമി ചെയ്ത പ്രസംഗമായത്. മമ്പാട്ടുകാരൻ എന്താ പറഞ്ഞ്? 100കണക്കിനായ തോതും. അത് ഖവാരിജികളുടെ പണിയാണ്. ഇവിടെ ഇയാൾ പറയണതോ, മമ്പാട്ടുകാരനോട് പറയണതോ, MT ദാരിമി പറയണതോ ആയത്തോതി കേൾപ്പിക്കുക എന്നുള്ളായിരുന്നു മുഖ്യ കർമ്മം പ്രവാചകന്റെ. ഉക്കാദയില്, ദുൽമജാസില്, മജന്നായില്, മക്കത്ത്, മദീനത്ത്, പ്രാന്തപ്രദേശത്ത്, തായിഫില്, വീട്ടില് എവിടെ ആയത്തോതിയതാണ്? ആയത്തോതി കേട്ടിട്ട് അവർ മാറിയത്. അത് കേട്ടിട്ടാണ് സ്വഹാബികള്, താബികള്, ബാക്കിയുള്ളവരൊക്കെ മാറിയത്. ഫുദൈൽ ഇബ്നു ഇയാദ് മാറിയത് ഈ ആയത്ത് കേട്ടിട്ടാണ്. അപ്പൊ എന്താ വേണ്ടത്? യത്ലു അലൈഹിം ആയാതി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ ഓതിയിട്ട് അത് വിശദീകരിച്ചിട്ട്, വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 46 ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. താങ്കളിലേക്ക് ദിവ്യ വെളിപാടായി ഇറക്കപ്പെട്ട ഖുർആൻ അന്നാസിന്, ജനങ്ങൾക്ക് ഓതിക്കൊടുക്കണം. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ വിഭാഗത്തിനും ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. ഇനി നമുക്ക് 2 ക്ലിപ്പ്, 2-3 ക്ലിപ്പ് MT ദാരിമിയുടേത് നമുക്കിടാം. ആ ക്ലിപ്പിൽ ചില കാര്യങ്ങൾ തമ്മിൽ തല്ലിക്കാൻ അമുസ്ലിങ്ങളെ, അവരുടെ പണ്ഡിതന്മാരെ വളരെ മോശമായി ഞാൻ ചിത്രീകരിച്ചു അങ്കടി മുഖറിൽ എന്നാ പറയുന്നത്. അപ്പൊ ആ ഭാഗം ഞാൻ ഈ പറഞ്ഞ ആയത്തുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടേക്ക് ഈ ക്ലിപ്പ് കൊണ്ടുവരുന്നത്. MT ദാരിമി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രസംഗം, ആ പ്രസംഗത്തിൽ നിന്ന് ആശയം ഒട്ടും ചോർന്നു പോകാതെ ഇട്ട ക്ലിപ്പാണത്. അപ്പുറവും കേട്ടാൽ ഇതിനപ്പുറത്തൊരാശയമല്ല, അങ്ങനെ വ്യക്തമായ ആശയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 3 ക്ലിപ്പുകൾ നമുക്ക് കേൾക്കാം. ഒന്നാമത്തേത്, ഇനി മൗലവി ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അള്ളാന്റെ ഖുർആനിൽ ആയത്തുണ്ടോ? ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹുവിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള സാഹചര്യത്തെയോ ലോകത്തിന്റെ തന്നെ സാഹചര്യത്തെയോ പരിഗണിക്കാതെ, ജനറലായിട്ടുള്ള നോളജ് തീരെ തൊട്ടുതീണ്ടാതെ, നമ്മുടെ സഹോദര സമുദായങ്ങളായ ഹിന്ദു മതവിഭാഗത്തിൻ്റെ അവരുടെ മതാചാര്യന്മാരെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്, അവരൊക്കെയും നരകത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളാണ് ഇവിടെ നടന്നത് എന്ന പ്രസംഗത്തെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ദാരിമി മരണാനന്തര ജീവിതം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ളതല്ല. ദാരിമി ഇഹലോകത്തിലെ സുഖകരമായ ജീവിതത്തിനപ്പുറത്ത് ഒരു മരണാനന്തര ജീവിതം, അമുസ്ലിങ്ങളെ, അവരുടെ പണ്ഡിതന്മാരെ വളരെ മോശമായി നമ്മൾ അവിടെ എന്തോ ചെയ്തു. പ്രസംഗം കേട്ട് ഓരോരുത്തർക്കും അറിയാം. ഹിന്ദുധർമ്മ പരിചയം കെ പരമേശ്വരൻ പിള്ള 21-ാം അധ്യായം, അന്ന് ഞാൻ വായിച്ച പുസ്തകത്തിൽ 148, ഇന്ന് 165, 2-3 എഡിഷനാണത്. നെറ്റ് കയറിയാ കിട്ടും. ആ പുസ്തകം ഉദ്ധരിച്ചു, ആദരപൂർവ്വം അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അതിൻ്റെ കണ്ടന്റ് പറഞ്ഞു. അല്ലാതെ പിന്നെ മുമ്പ് പറയുന്നത് അവരൊക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനാ.
വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരിവിടെ ഉണ്ട്. സ്വർഗത്തിലേക്ക് ക്ഷണിക്കണം. ആരെ? സർവ്വ മനുഷ്യരെയും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും. കാരണം ഖുർആൻ ഏതാ ഗ്രന്ഥം? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിൻ-നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഹാദാ ബലാഉൻ ലിൻ-നാസ് വലിയുംദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. 3 വചനം. 2-ാം അധ്യായം 185, 14-ാം അധ്യായം 1-ാമത്തെ വചനം. സഹോദര 14-ാം അധ്യായം 52-ാമത്തെ വചനം. ഈ 3 വചനങ്ങളിലും പറയുന്നത് ലോകർക്കുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ ഗ്രന്ഥം ഇറക്കിയത് എന്നാണ്. അതുകൊണ്ട് മാധവനോടും സുരേന്ദ്രനോടും ജോസഫിനോടും സാറാമ്മയോടും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പറയും. വെള്ളിയാഴ്ച നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടെന്ന്, മരിച്ചിടത്ത് നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടെന്ന്, മുജാഹിദുകൾ ഓതാറില്ലെന്ന് അറിയണം. 18-ാം അധ്യായം വെള്ളിയാഴ്ച സുന്നത്തായി നമ്മൾ ഓതുന്ന സൂറത്ത് കഹ്ഫിന്റെ 4-ാമത്തെ വചനം എന്താ? ദാരിമി, നിങ്ങൾ വായിച്ചു കൊടുക്കാത്തത് വയുന്ദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദാ, അല്ലാഹുക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന ക്രൈസ്തവരോട് താക്കീത് കൊടുക്കണം. ആര് കൊടുക്കണം? ദാരിമി, ഞാനും കൊടുക്കണം, നിങ്ങൾ കൊടുക്കണം. നിങ്ങളത് ചെയ്തില്ല. നിങ്ങളുടെ അയൽപ്പക്കത്ത് മാധവൻ തീയിൽ വീണാൽ, കിണറിൽ വീണാൽ ഓടി നിങ്ങൾ ചെന്ന് കിണറിൽ ചാടി എടുക്കാൻ നിങ്ങൾ സന്നദ്ധത കാണിക്കുന്നു. പക്ഷേ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, സഹാബത്തെ ആ ശബ്ദം കേട്ടോ? സഹാബത്തെ ആ ശബ്ദം കേട്ടോ? അവര് പറഞ്ഞു, ഇല്ല നബിയെ, അതൊരു കല്ലാണ്. നരകത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് 70 കൊല്ലമായി, ചിന്തിക്കണേ, 70 കൊല്ലമായി ആ കല്ല് പുറപ്പെട്ടിട്ട് 70 കൊല്ലത്തോളം തായോട്ട് വീണ ഒരു കല്ല്. നരകത്തിന്റെ ആഴം എത്രയാണ് സഹോദര? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ്. അതെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. ഖുർആനിന്റെ 66-ാം അധ്യായം സൂറത്ത് തഹ്രീം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനങ്ങളാണ്. 6-ാമത്തെ വചനമാണ്. നരകം ഭയാനകരമാണ്. അതിൽ നിന്ന് സകല മനുഷ്യരെയും രക്ഷപ്പെടുത്തേണ്ട ചുമതല അന്ന് മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെയും കൂടി ഉൾപ്പെടുത്തി പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താ മോനെ? ദാരിമിയുടെ 1-ാമത്തെ ഇന്നമാ തഖവ്വഫു അലൈക്കും റജുലാ. ഏതോ ദിവസം സമാധാനത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന പരമ്പരാഗതമായി ഇസ്ലാമിക സമൂഹം ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഈ അങ്കടിമുഖർ എന്ന് പറയുന്ന ഈ പ്രദേശം, ഇവിടെ വന്നുകൊണ്ട് പൂർവകാല സാഹോദര്യത്തെയും ഇസ്ലാമിക സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും രാജ്യത്തിൻ്റെ നിലവിലുള്ള സമകാലിക സാഹചര്യത്തെയും ഒന്നും മാനിക്കാതെ അതിശക്തവും കടുകടുത്തതുമായ ആക്ഷേപവും അധിക്ഷേപവും വിമർശനവും ഉന്നയിക്കുന്ന ചില പ്രഭാഷണങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദര സമുദായങ്ങളിൽ കൂടി ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് 1000 വട്ടം അത്തരം പ്രഭാഷകർ ആലോചിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്.
ഇവിടെ ധാർമി പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇതര സമുദായത്തെയും കയ്യിലെടുത്ത് ഇവിടെ ഒരുപാട് കാലം ഐക്യത്തിലായിരുന്നു, അവരെ സംഘർഷത്ത് കൊണ്ടുവന്നു. ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ ധാരിമി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ഭിന്നിപ്പുണ്ടാക്കിയ ആളാണോ? അല്ലേ? നിങ്ങൾ 9-ാം തീയതി, അതായത് നവംബർ 9-ന് നിങ്ങൾ മറുപടി വെക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടു. ആ മറുപടിയിൽ ഞാൻ ചോദിക്കുന്ന കറക്റ്റ് ചോദ്യം കേട്ട് കോമാളിത്തരം കളിക്കാതെ, മിമിക്രി മോണായിട്ട് കളിക്കാതെ, അവിടെ നിന്ന് ജനങ്ങളെ പൊട്ടരാക്കാതെ കൃത്യമായിട്ട് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കക്കാർ പറഞ്ഞ എന്താ? ഫറഖ്ത ജമാഅതന, ഈ നാട്ടിൽ വന്ന് നീ ഭിന്നിപ്പുണ്ടാക്കി. ഞങ്ങൾ ഐക്യത്തിലായിരുന്നു. ആ ഐക്യത്തിലായ ഞങ്ങളെ ഭിന്നിപ്പിച്ചു. ആര്? മുഹമ്മദ് നബി. നാട്ടുകാരെ കയ്യിലെടുക്കുക. ആ അബൂജഹലിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് വെള്ള ജുബ്ബയും വെള്ളത്തലപ്പാവും വെള്ളത്തുണിയും എടുത്ത ധാരിമി അങ്ങുയർന്നില്ല. കാരണം പൈവടികയിൽ അങ്ങിരുന്നത് സംസ്കാരം, സമ്പന്നത ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പച്ച പുരോഹിതന്റെ കൂടെയാണ്. ഇവിടെയും ഇരുന്നത് അത് തന്നെ. അതുകൊണ്ട് തന്നെ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അങ്ങയുടെ ഒരു ദൗർഭാഗ്യം, എത്ര ഗംഭീരമായ അങ്ങയുടെ പതനം, അത് ഓർക്കുമ്പോ, മുഖ്യ സമസ്യയെ ഓർക്കുമ്പോ എനിക്കൊരു ലജ്ജ തോന്നുകയാണ്. അല്ലേ? മതിലകത്ത് 5 ഹിന്ദുക്കളെ കൊന്നു. ആര്? സുന്നത്തുൽ ഇഹ്സാനിയ ഉസ്താദ് ഉണ്ടാക്കിയത്. ചേകന്നൂരിനെ തട്ടി പിണങ്ങോട് പെരുന്നാൾ ദിവസം തലക്ക് കമ്പിടിച്ച് കയറ്റി കൊന്നു. ഓമശ്ശേരി, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും വായിപ്പിക്കരുത്, അരുതായ്മകൾ കൊണ്ടുവരരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടുത്തെ ഹിന്ദു സമുദായത്തിന് ഞങ്ങളെപ്പറ്റി ഒരേതൊരു അഭിപ്രായമില്ല. എന്താ കാരണം അറിയോ? ഇന്ത്യ സ്വതന്ത്രമായത് നിങ്ങളുടെ പൂർവികരുടെ പ്രവർത്തനം കൊണ്ടല്ല. അവകാശപ്പെടാൻ ഒരു തുണ്ടുമില്ല. ബ്രിട്ടീഷുകാരന്റെ കൂടെ നിൽക്കാനും ബ്രിട്ടീഷുകാരന്റെ വിജയത്തിനും പ്രാർത്ഥിച്ചു ഫത്വ ഇറക്കിയ ഒരുതരം ഇടുങ്ങിയ ഹൃദയത്തിന്റെ ഉടമകളാണ് നിങ്ങൾ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ശബ്ദിച്ച് ഒരുപാട് ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം നൽകി KM മൗലവിയെ പോലെ, MCC സഹോദരങ്ങളെ പോലെ, അതുപോലെ വക്കം മൗലവിയെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലെ, അതുപോലെയുള്ള പണ്ഡിതന്മാർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ പോലെ, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, മൗലാന അബുൽ കലാം ആസാദിനെ പോലെ അവരുടെ പിന്മുറക്കാരാണ്. ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരെ അവരുടെ പിന്മുറക്കാരാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഞങ്ങളുടെ ആദർശമോ ഞങ്ങളുടെ ആശയമോ 100 കൊല്ലം ഇവിടെ നിലനിന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിന്ന് ഒരു തരിമ്പും ഞങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വിനീതരായ പോലീസുകാരോട് ആരെങ്കിലും വടായി കെട്ട് ചാഞ്ഞു പോകുന്ന പ്രവൃത്തം നിങ്ങൾക്കുണ്ടായാൽ നീതി തേടി ഞങ്ങൾക്ക് വരാൻ പിന്നെ എങ്ങനെ സാധിക്കും? ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾക്കൊരു നീതി, അവർക്കൊരു നീതി. അങ്കടിമുഖറിലെ ആ പച്ചയായ പള്ളിയുടെ അടുത്ത റോട്ടിലെ ആ സ്ഥലത്ത് 9-ാം തീയതി ഈ 2 വിഭാഗവും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്തു നിന്ന് ഞങ്ങൾ ശബ്ദിക്കും. ഞങ്ങളെപ്പോഴും തലവെച്ച് തരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവകാശം ഇവിടുത്തെ ചന്ദനും ഇവിടുത്തെ സുരേന്ദ്രനും ഇവിടുത്തെ പറയനും ഇവിടുത്തെ പൊലയനും ഇവിടുത്തെ തൈനജാതിക്കാരനും ഇവിടുത്തെ ദലിതനും ഇവിടുത്തെ മുജാഹിദുകൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. ഒരേ സമയത്ത് 2 നീതി നടപ്പാക്കുന്ന ഈ അവസ്ഥ മാറിക്കിട്ടുക തന്നെ വേണം എന്നും ഞങ്ങൾ സാന്ദർഭികമായി പറയുന്നു. അതുകൊണ്ട് ആളുകളെ കയ്യിലെടുത്ത് തമ്മിൽ തല്ലിക്കാനുള്ള നിങ്ങളുടെ ശ്രമം അത് യഥാർത്ഥത്തിൽ ഇവിടെ വിലപ്പോകില്ല. സഹോദര, വിഷയത്തിൻ്റെ മറ്റു ചില പ്രധാനമായ ഭാഗങ്ങളിലേക്ക് മമ്പാട്ടുകാരൻ്റെ കൃത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. മമ്പാട്ടുകാരൻ ഇവിടെ ആളുകളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ഒരു ഖുർആന്റെ വചനം എന്നെ മൊത്തം ഒതുങ്ങൊന്നുമില്ല. ഖുർആന്റെ വചനം 51-ാമത്തെ വചനത്തിന്റെ തുടർച്ചയാണ് 55, 56. 50 സൂറത്ത് മാഇദ 5-ാം അധ്യായം 51 മുതൽ 56 വരെ വായിച്ചിട്ടില്ലെങ്കിൽ ആ ഭാഗം അപൂർണമാണ്. അവിടുന്ന് എവിടെ നിന്നെടുത്താലും അപൂർണമാണ്. അതുകൊണ്ട് ആ ഭാഗം ഫുള്ള് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മമ്പാട് സക്കാഫിയുടെ, അതായത് 4-ാമത്തെ ക്ലിപ്പ് നമുക്ക് കേൾക്കാം.
ഇനി മൗലവി ഇവിടെ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുന്നത്? അള്ളാന്റെ ഖുർആനിൽ ആയത്തുണ്ടോ? ഞാൻ ചുരുക്കുകയാണ്, അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തുണ്ടോ നാം മൂപ്പര് ചോദിക്കണേ. എന്തിനെ? ഇസ്തിഗാസ നടത്താൻ മഹാന്മാരോട് തേടാനുള്ള ആയത്തുണ്ടോ? ഉണ്ട് മൗലവി, ഇഷ്ടം പോലെ അള്ളാന്റെ ഖുർആനിൽ ആയത്തുണ്ട്, ഇഷ്ടം പോലെ ഖുർആനിൽ അള്ളാഹു താല അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതേ ഖുർആനിൽ അള്ളാഹു പറയാണ്, ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. സഹോദരങ്ങളെ, മനസാക്ഷിക്കുത്ത് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതല്ലേ, സാരമില്ല. രണ്ടാമൃഗത്തിൻ്റെ ചർമ്മ സൗഭാഗ്യം ഒരനുഗ്രഹമായി കണ്ടാൽ വലിയ കട. നോക്കിക്കേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പരിഭാഷ. KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്, സിറാജ് ദിനപത്രം. അദ്ദേഹം കാഫിറാണ്, മുർത്തദ്ദാണ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ കാഫിറാണെന്നല്ല, KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ട്. ഖുർആൻ പരിഭാഷ ഇതിൻ്റെ പേരിലാണ്. അഖുർആനിൽ നമുക്കൊന്ന് നോക്കാം. ആ ഖുർആൻ ഇന്നും വായിക്കുന്നുണ്ട്, ഇന്നും സമസ്തയുടെ കയ്യിലുണ്ട്, ഇന്നും അതിൻ്റെ കോപ്പി വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഖുർആനിൽ അവരുടെ പരിഭാഷയിൽ വ്യാഖ്യാനത്തിൽ സൂറത്ത് മാഇദ 5-ാം അധ്യായം, ഇവിടെ മമ്പാട്ടുകാരൻ എന്തിനാ ഉദ്ധരിച്ചത്? മരിച്ചുപോയ മൊയ്തീൻ ശൈഖിനെ വിളിക്കാം, മരിച്ചുപോയ CM വിളിക്കാം, മരിച്ചുപോയ ഉള്ളാളെന്നങ്ങളെ വിളിക്കാം, അങ്ങനെ മരണപ്പെട്ടവരെ വിളിക്കാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മോനെ, പരമകാരുണികനാണ് റബ്ബ് എന്നതുകൊണ്ട് നാക്കിട്ടടിച്ച് വരുമാനമുണ്ടാക്കി ഈ മണ്ണിൽ നീ ജീവിക്കുന്നു എന്ന് മാത്രം. നിന്റെ ആയുസ്സും നിന്റെ പിടുത്തവും അതെങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാൻ പറ്റില്ല, ഒരാൾക്കറിയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ്, ധിക്കാരിയായ നിന്റെ മരണം വളരെ മോശകരമായ മരണമാകാതിരിക്കാൻ നീ നന്നായിക്കോ എന്ന് മാത്രമാണ് നിന്നോട് പറയാൻ. ഇനി KV കുട്ടനാടിന്റെ പരിഭാഷ, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അല്ല പറയാട്ടോ. ശരിക്കും ശ്രദ്ധിച്ചു. സൂറത്ത് മാഇദ 5-ാം അധ്യായം, 5-ാം അധ്യായത്തിന്റെ 51, 52 വചനം. അതിൽ 51-ാമത്തെ വചനം കേട്ടോളി. യാ അയ്യുഹല്ലദീന ആമനു, അതാരാ? അത് നമ്മളാണ്, സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദു യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദ്. ഇവിടെ പറയുന്നത്, സത്യവിശ്വാസികളെ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കരുത്. അവർ നിങ്ങൾക്കെതിരിൽ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുകയും, അർത്ഥം കേട്ടോളി, അവർ ജൂതനും ക്രിസ്ത്യാനിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം. ഇനി മമ്പാട്ടുകാരൻ വെച്ച അർത്ഥപ്രകാരം എങ്ങനെ വെക്കുക? ജൂതൻ ക്രിസ്ത്യാനിയെ, മരിച്ചുപോയ ക്രിസ്ത്യാനിയെ ജൂതനും വിളിക്കുന്നു, മരിച്ചുപോയ ജൂതനെ ക്രിസ്ത്യാനിയും വിളിക്കുന്നു. ഇതല്ലാതെ എന്തർത്ഥമാണ് മമ്പാട്ടുകാരാ? തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതല്ലാത്ത എന്താ പറയേണ്ടത്? പറ. ഇത് നിങ്ങളുടെ പരിഭാഷയിലാണ്, സമസ്തയുടെ പരിഭാഷയിലാണ്. നിങ്ങൾ ഒന്നിച്ചിരുന്നല്ലോ, അവിടെയാ ഉള്ളത്. എന്ത്? അവർ പരസ്പരം സഹായികളും. ആര്? ക്രിസ്ത്യാനി ജൂതനെയും, ജൂതൻ ക്രിസ്ത്യാനിയെയും. അവരെ കൂടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ ആളുകളായി അവർ നിങ്ങളോടൊപ്പം ചേരും. നിങ്ങൾക്ക് പോന്നാൽ നിങ്ങൾക്കെതിരെ കരുക്കൽ നീക്കും. ആ കരുക്കൽ നീക്കുന്നത് സൂക്ഷിക്കണം. ഇതാ അതിലെ സംസാര വിഷയം. ഇത് മരണപ്പെട്ടവരെ വിളിക്കാനോ ആരാധിക്കാനോ കബറ് കെട്ടി ഉയർത്താനോ അവിടെ മണ്ഡപം വെക്കാനോ അവിടെ പിരിവുണ്ടാക്കിയാൽ കിട്ടുന്നത് മുഴുവൻ മിണുങ്ങാനോ ഉള്ള തെളിവായിട്ടുള്ള ആയത്തല്ല. ഞാൻ സുന്നി പരിഭാഷയാണ് വായിക്കുന്നത്. എനിക്ക് കേട്ടോളി, അധികം പറയുന്നില്ല, അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പ് മാത്രം പറയാം. 54 അതിൻ്റെ വ്യാഖ്യാനക്കുറിപ്പാണ്. ജൂത ക്രിസ്ത്യാനികൾ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളാണ്. ഇതാണ് ഈക്കെയാണ്. ജൂത ക്രിസ്ത്യാനികൾ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളാണ്. ബൗദ്ധ വിശ്വാസികളും ജൂതന്മാരുമായി സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് ഖുർആൻ തന്നെ സൂറത്ത് മാഇദ 82 പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്നും അന്താരാഷ്ട്രതലത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ പല പ്രവർത്തനങ്ങൾക്കും കരുനീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശത്രുവിലെ ശത്രുമിത്രം എന്ന അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ എതിർക്കുവാനും നശിപ്പിക്കുവാനുമൊക്കെ ഇവർ ഒറ്റക്കെട്ടാണ് താനും. അതാണ് അവർ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ ജൂതനോട് ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനിയെ ജൂതനോടും മരിച്ചതിന് ശേഷം വിളിക്കാനല്ല. അല്ല അല്ല അല്ല, നിങ്ങളുടെ തൊലിക്കെട്ടി അപാരമാണ്, ചർമ്മ സൗഭാഗ്യം അപാരമാണ്. എന്തേ നിങ്ങൾക്ക് ഒരു തരിമ്പ് റബ്ബിനെ പേടിയില്ലാത്തത്? മാനക്കുല്ലാത്തർജൂന ലില്ലാഹി വക്കാറ. നൂഹ് നബി ചോദിച്ചതാ, എന്താ കൂട്ടരെ, എന്താ ഉസ്താദുമാരെ, നിങ്ങൾക്കൊരു വക്കാറത്തില്ലാത്തത്? അന്ന് നൂഹ് നബി ചോദിച്ചതാണ്, ഇത്തരം സംസ്കാരമുള്ളവരോട് ചോദിച്ചതാണ്. ഇനിയോ
ഇങ്ങനെ ഇസ്ലാമിനോട് വൈരം വെച്ചു നടക്കുന്നവരുമായി ഒരു മുസ്ലിം ചെങ്ങാത്തം പുലർത്തുന്നതും തൻ്റെ കാര്യങ്ങളിൽ അത്തരക്കാരെ സായികളും അതുപോലെ സഹകാരികളുമായി സ്വീകരിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് പറയാണ് അവിടെ. എന്നിട്ട് എനിക്ക് കേട്ടോളിട്ടോ, ഇന്നമാ വലിയക്കുമെന്ന് ഓതിയല്ലോ, പിശാചുബാധയേറ്റ ഒരു പുരോഹിതൻ എവിടെ വന്നിട്ട് എഴുതിയല്ലോ, കൽബ് ദുഷിച്ചു പോയൊരു പുരോഹിതൻ ഇവിടെ വന്ന് പ്രസംഗിച്ചല്ലോ. ആ പ്രസംഗത്തിലെ ഇന്നമാ വലിയക്കുമുള്ള ഇവിടെ തകരും. ഖുർആൻ ഓതുമ്പോൾ ബേജാറുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് 2 കമ്പിക്ക് പിടിച്ച് നിന്നാടാ. അപ്പം നീ കേൾക്കുന്നുണ്ടാവുമല്ലോ, അല്ലെ നിന്റെ ആളുകളെ നീ കേൾപ്പിക്കുന്നുണ്ടാവുമല്ലോ. നീ സ്വയം നോക്കി കേട്ട് ഈ ആയത്തിൻ്റെ വിവരണം നിങ്ങൾ എഴുതിയ പരിഭാഷ എന്ന് കേൾക്കുമ്പോൾ നീ എത്ര വലിയ നുണയനാണോ ഒന്ന് ചിന്തിച്ചു നോക്ക്. കേട്ടോ, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലു, നിശ്ചയമായും നിങ്ങളുടെ സായികൾ അള്ളാഹും അവൻ്റെ റസൂലും വിനീതരായിക്കൊണ്ട് നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുമാണ്. ഇനി വ്യാഖ്യാനക്കുറിപ്പ് 55 കെ മൗലവിൻ്റെ വ്യാഖ്യാനമല്ല, ഉമർ മൗലവിൻ്റെ വ്യാഖ്യാനമല്ല, ചെറിയ മുണ്ടത്തിൻ്റെയോ കുഞ്ഞു മുഹമ്മദ് മദനി ബർബൂരിൻ്റെയോ വ്യാഖ്യാനമല്ല. KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാണ്. നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കണം കേട്ടോ. എന്താ പറയുന്നത്? ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവും ആയിക്കൂടാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടായേക്കാം. എന്ന് പറയാണ്. വിശിഷ്യ ഖുർആൻ അവതരണ കാലത്ത് മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതന്മാരും ഒട്ടേറെ ഉണ്ടായിരുന്നു. 2 വിഭാഗവും സത്യദീനിൻ്റെ ബദ്ധവൈരികൾ. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അല്ലാഹു റസൂലും സത്യവിശ്വാസികളുമായ സഹോദരങ്ങളുമായാണ് എന്നത്രേ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് ഇവിടെ ഇന്നമാവലിയേക്കുമുള്ള മരിച്ചോല പിടിക്കാൻ പഠിപ്പിക്കുകയല്ല. എങ്കിൽ അതായിരുന്നു പറയേണ്ടത് ആദ്യം. അതുണ്ടായിട്ടില്ല. ഈ ആയത്തിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വിവരണം പറഞ്ഞിട്ടില്ല. സഹാബത്ത് ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഷിയാക്കളല്ലാതെ ഷിയാക്കൾക്ക് മാത്രമാണ് അവരുടെ സൈറ്റിൽ 40-ലധികം ഖുർആൻ വചനങ്ങൾ ശിർക്കിനെ ഇസ്തിഹാസക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ ചേർക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ പഠിക്കണം. ഇനി അടുത്ത വാചകം, അമുസ്ലിങ്ങളുമായി നിശേഷം ബന്ധവിച്ഛേദനം നടത്തുക എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ. അയൽക്കാരും രക്തബന്ധുക്കളുമൊക്കെ മറ്റുമൊക്കെ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരുമായി നന്നായി അനുവർത്തിക്കാൻ പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. ഉണ്ടോ? ഇനി ഇത് മമ്പാട്ടുകാരൻ അർത്ഥം വെച്ച പോലെയാണെങ്കിൽ ഈ ആയത്തിൻ്റെ അർത്ഥം എന്താ? മമ്പാട്ടുകാരൻ അർത്ഥം വെച്ച പോലെയാണെങ്കിൽ മദീനത്തെ സ്വഹാബത്തും മക്കയിലെ സ്വഹാബത്തും ജൂതന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മരിച്ചുപോയ ജൂതന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആര്? അൻസാറുകളും മുഹാജിറുകളും. എന്നിട്ട് അള്ളാഹ് അവരോട് പറയണത്, ഇനി ഇബ്രാഹിം നബീനെ വിളിച്ചോളി, ഇസ്മായിൽ നബീനെ വിളിച്ചോളി, അസ്ഹാബുൽ കൗഫിനെ വിളിച്ചോളി, ഗുഹാവാസികളെ വിളിച്ചോളി എന്ന് നബി പറഞ്ഞോ? പുരോഹിത മരണാനന്തര ജീവിതം തെല്ലും വിശ്വസിക്കാത്ത കൽബിൽ കുഫർ മാത്രം കുത്തി നിറച്ച പുരോഹിത, നീ പറ, സ്വഹാബത്ത് ജൂതന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചോ? മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിച്ചോ? എന്നിട്ട് അള്ളാഹ് പറയണത് അവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, CM മടവൂരിനോടാണ് എന്നാണോ ഈ ആയത്ത്? പുരോഹിത എന്തിനാ സമൂഹത്തെ വഞ്ചിക്കുന്നു പുരോഹിത? ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ 5-ാമത്തെ ക്ലിപ്പിലേക്ക്. ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ നിരീശ്വരവാദികൾ എണ്ണം കൂടുന്നത് എങ്ങനെയാ? എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മൗലവിമാരുടെ വിവരക്കേട് കെട്ടിട്ടാണ്. ഖുർആനിന്റെ പേരിൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യം പറഞ്ഞിട്ടാണ്. നല്ല സന്തോഷമായി ഞാനിത് കേട്ടപ്പോൾ. വെറുതെ ഞാൻ ഇന്ന് കേരളത്തിൽ അങ്ങനെ അബ്ദുൽ ജബ്ബാർ, EA ജബ്ബാറിനെ അറിയുന്നല്ലോ, കൈബന്ധിച്ചേ. MM അക്ബറുമായിട്ട് ജനുവരി 9 അയാൾ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. ആരിഫ് ഹുസൈൻ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ ആരിഫ് ഹുസൈൻ. അദ്ദേഹത്തിന് ആരിഫ് ഹുസൈൻ എന്ന് പേരിട്ടത് ആരാന്നറിയോ? അറിയുന്നവർ കൈബന്ധിക്ക്.
അറിയുന്നവർ കൈവന്തിക്കില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസ് സഖാവത്ത് സുന്നിയിൽ അവിടുത്തെ സ്കൂളിൽ കുട്ടിയായി പഠിച്ച കാലത്ത് ഇദ്ദേഹത്തിന്റെ ബാപ്പ ആരിഫ് ഹുസൈൻ്റെ ബാപ്പ കാന്തപുരത്തിന്റെ വലിയ മുരീദായിരുന്നു. അങ്ങനെ ഹുസൈൻ എന്നായിരുന്നു എൻ്റെ പേര്. ഡോക്ടർ ഹുസൈൻ, ആരിഫില്ല, അറിഞ്ഞവൻ, അറിവുള്ളവൻ എന്നർത്ഥത്തിൽ കാന്തപുരം വിളിച്ചു. എന്ത്? നീ വെറും ഹുസൈൻ അല്ല, ഞാൻ നിനക്ക് ഉസ്താദ് നിനക്ക് പേരിട്ടിരിക്കുന്നു ആരിഫ് ഹുസൈൻ. അതുകൊണ്ട് ഇന്ന് ഫുൾ ടൈം ഇസ്ലാമിനെ തെറി പറയുന്ന ഒരു ദജ്ജാലായി ഇവൻ വളർന്നത്. എന്താണ് മോനെ പെട്ട ക്ലിപ്പ് ഒന്നുകൂടിയിട്ടേ. ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ നിരീശ്വരവാദികൾ എണ്ണം കൂടുന്നത് എങ്ങനെയാ? എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മൗലവിമാരുടെ വിവരക്ക് എക്സ് മുസ്ലിം ഉണ്ടാകുന്നത് കാന്തപുരം പേരിട്ടത് കൊണ്ടാണ്. സഖാഫി ഏറ്റവും വലിയ വൃത്തികെട്ട യുക്തിവാദിയാണ് ആരിഫ്. ജബ്ബാർ മാഷ് അങ്ങനെയല്ല, പൂർവ്വകാല യുക്തിവാദികളൊന്നും അങ്ങനെയല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിവാദികളിൽ വേറെ പല ആളുകളുണ്ട്. ആ ഷൗക്ക ലിയാഖത്ത് കണ്ടല്ലോ. എന്നാൽ ആരിഫ് ഹുസൈനോ കാന്തപുരം പേരിട്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച ജന്മായി. കാരണം മർക്കസ് സഖാഫത്ത് സുന്നിയിൽ അങ്ങനത്തെ സാധനങ്ങളെ പ്രൊഡക്റ്റ് നടത്തി പുറത്തുവിടുന്ന നേതാവിട്ട പേരാണ്. അതുകൊണ്ട് സഖാഫി വീട്ടിലിരുന്ന് മൂത്രയിച്ചു പോകുന്നുണ്ടെങ്കിൽ തൽക്കാലം അവിടെ എന്തെങ്കിലും ഒന്ന് വിരിച്ചേക്ക് കേട്ടോ. അടി ചോദിച്ചു വാങ്ങുക, എരന്ന് വാങ്ങുക. അങ്ങനെ എരന്ന് വാങ്ങിയതാ നീ. അത് നിനക്ക് പള്ളർച്ച് തന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? മുജാഹിദ് മൗലവിമാരുള്ളതുകൊണ്ടാണ്. വലിയ കണ്ടെത്തരാ. പക്ഷെ ഏറ്റവും വലിയ നന്ദി കെട്ട യുക്തിവാദി, ആ യുക്തിവാദി ഉണ്ടാക്കിയത് ആരാണ്? എൻ്റെ ഉസ്താദാണ്. മൂപ്പര് പേരിട്ടുകൊണ്ട് നശിച്ചു പോയത് ആ ജന്മം. മനസ്സിലായോ? അതുകൊണ്ട് അധികം നീന്തേണ്ട, ഇവിടെ വന്ന് ഞെളിയണ്ട. വിഷയം അവതരിപ്പിച്ച് പോയിക്കോ, ഞങ്ങൾ വിഷയം അവതരിപ്പിക്കാം. മോനെ അടുത്തിട്ട് ولو أنهم ظلموا أنفسهم جاءوك واستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അല്ലാഹു റഹ്മത്ത് ചെയ്ത് തൗബ സ്വീകരിക്കാനുള്ള ഒരു മാനദണ്ഡം മുത്തുനബി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യലാണ്, ഇർതകബത്തു ചൊല്ലലാണ്, മുത്തുനബിയോട് ഇടതേടലാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 4-ാം അധ്യായത്തിലെ 64-ാമത്തെ വചനമാണ് മമ്പാട്ടുകാരൻ ഉദ്ധരിച്ചത്. ആ വചനം നമുക്ക് സമസ്തയുടെ പരിഭാഷയിൽ നിന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ ആദ്യം വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക. ഇവിടെ മുസ്ലിയാക്കന്മാർ പറയലെന്തറിയോ? ഉദാഹരണത്തിന് അങ്കടി മുഖറിൽ ഒരാൾ വ്യഭിചരിച്ചു. അയാളെ പാവം പൊറുക്കണമെങ്കിൽ അള്ള ഉപാധി വെച്ചത്ര എന്ത്? മദീനത്ത് പോയിട്ട് ചിന്തിക്കണം കേട്ടോ. ഈ വിവരം കെട്ട എരണം കെട്ട വർഗത്തിൻ്റെ തലച്ചോറ് പെരിച്ചായി തിന്നെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്ന വെറുതല്ല. നിങ്ങൾ ആലോചിച്ചു, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുകാരുണ്ട്. മുസ്ലിമീങ്ങളുണ്ട്, തെറ്റ് ചെയ്യുന്നവരുണ്ട്, കള്ളു കുടിക്കുന്നവരുണ്ട്, കൊലപാതകം ചെയ്യുന്നവരുണ്ട്, അനുസരണക്കേട് കാണിക്കുന്നവരുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്താൽ അള്ള വെച്ചിട്ടുണ്ട് അത്ര എന്ത്? ഇർതകബത്തു അലൽ ഖത്ത. അള്ള ഉപാധി വെച്ചിട്ടുണ്ട് അള്ളാന്റെ പേരിൽ അലല്ലാഹിൽ കദിബ്. അത് ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂൻ. ആ ഹദീസ് ഈ മമ്പാട്ടുകാരൻ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അത് നിനക്കാ മോനെ കറക്റ്റ് ഫിറ്റ്. അള്ളാന്റെ പേരിൽ നുണ പറയാ. ഇതെന്താ സംഭവം എന്നറിയോ? നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇത് നാളെ സോഷ്യൽ മീഡിയയിൽ പോകേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം സമസ്തയുടെ പരിഭാഷ, കാരണം സാധുക്കളായ സമസ്തയിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിംമാർ പറയും ഞങ്ങൾക്ക് അന്ന് തലച്ചോറ് നിന്നിട്ടുണ്ട്, തൽക്കാലം നിങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് പഠിക്കൊന്നും വേണ്ട. ഞങ്ങൾ പറയും നിങ്ങൾ ഞങ്ങളങ്ങ് അനുസരിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളെ അങ്ങ് അനുസരിച്ചാൽ മതി, നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, പഠിക്കണ്ട. ഞങ്ങൾ മുജാഹിദുകൾ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഞങ്ങളെ അനുസരിക്കുക എന്നുള്ള തോന്നിയാസം വെറുതെ ചെയ്യണ്ട, ഇസ്ലാമാണ് ഞങ്ങൾ പറയണത് എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചോളീ. എനിക്ക് കേട്ടോളിട്ടോ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു. റസൂലു അവിടെ റസൂല എന്നാക്കി സുലൈമാൻ സഖാഫി മാളിയക്കൽ
റസൂലിനോട് പൊറുക്കലിനെ തേടണം. ആയത്ത് ദുർവ്യാഖ്യാനിച്ചാലല്ലാതെ നേർക്ക് നേരെ സമസ്തക്കാർക്ക് നിലക്കാൻ കഴിയില്ല. ആയത്തിന്റെ അസിലിൽ ശരിക്ക് അതിനെ വിവരിച്ചാൽ സമസ്ത കൂടാരം പൊളിഞ്ഞു പോവും. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ സുലൈമാൻ സഖാഫി മാളിയക്കൽ എന്ന പുരോഹിതൻ ഈ ആയത്തിന് പകരം പുതിയൊരു ആയത്ത് കൊണ്ടുവന്നത്. എനിക്ക് ആയത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയപ്പോൾ ദാരിമി അതെടുത്ത് ഉദ്ധരിക്കുമ്പോൾ പുതിയൊരു ആയത്ത് ദാരിമി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതിനിടയിൽ ഇതൊന്നും പറയാം. അള്ളാഹു നിർദ്ദേശിച്ചത് കൊണ്ട് അനുസരിക്കപ്പെടേണ്ടതിന് വേണ്ടിയല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. സ്വന്തത്തോട് തന്നെ ദ്രോഹം ചെയ്തപ്പോൾ അവർ ആരാണ് ഈ അവർ? ആരാണ് ഈ അവർ? ആരാ ഈ അവർ? ആ അവർ ആരാന്ന് ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ആ അവർ ആരാണ്? ആ അവർ ആരാണെന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണമെന്ന് കൽപ്പിച്ചതായി അല്പം മുമ്പ് നാം കണ്ടുവല്ലോ. ഇത് ഒരു പുത്തൻ സിദ്ധാന്തമല്ല. ഞാൻ അയച്ച ഏതൊരു റസൂലിനെയും അനുസരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ജനതക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അള്ളാഹു ഉണർത്തുന്നു. നബിയെ വിട്ട് ശരിക്കും കേട്ടോളിട്ടോ, നബിയെ വിട്ട് താഗൂത്തിന്റെ അടുക്കൽ കേസ് പറയാൻ പോയവർ അതുമൂലം തങ്ങളോട് തന്നെ വമ്പിച്ച ദ്രോഹമാണ് ചെയ്തത്. റസൂലിനെ വിട്ട് താഗൂത്തിന്റെ അടുത്ത് വിധി തേടിപ്പോയ വിഷയം അല്ലാതെ തെറ്റ് ചെയ്ത മുഴുവൻ ആളുകളും നബിയുടെ മരണശേഷം നബിയെ വിളിക്കണം എന്നിട്ട് മാത്രമല്ല ഇവർ പറയുന്നത് അറിയോ? ജാവൂക്ക, നബീന്റെ കവറും പുറത്തിടണം. അങ്ങനെയാണെങ്കിൽ സ്ഥിതി എന്താ അറിയോ? ഞാനൊന്ന് പറഞ്ഞുതരാം. ലോകത്തുള്ള എല്ലാ തെറ്റ് ചെയ്ത മുസ്ലിമീങ്ങളും ജിദ്ദ എയർപോർട്ടിൽ അപ്പോൾ 1000 ഫ്ലൈറ്റ് വരുന്നതിന് പകരം 1 കോടി ഫ്ലൈറ്റ് വരാൻ തുടങ്ങി. അപ്പം നാട്ടുകാരൊക്കെ ചോദിച്ചു, എന്താ അപ്പോൾ ജിദ്ദയിൽ മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റണില്ല, ഭയങ്കര തിരക്കാണല്ലോ. അപ്പം നമ്മൾ പറയാണ്, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, പലിശ വാങ്ങിയവർ, വ്യഭിചരിച്ചവർ, കണ്ണുകുടിച്ചവർ, സ്വർഗരതിയിൽ ഏർപ്പെട്ടവർ, പല തെറ്റും ചെയ്തവർ മദീനത്തെ പള്ളിയിലേക്ക് പോവുക. അതിൻ്റെ മദീനത്ത് പോയി നബീനോട് പൊറുക്കലിനെ തേടിയാലേ അള്ള പുറത്തു കൊടുക്കുന്ന അള്ള ഉപാധി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വന്നതാണ്. ഇത്തരമൊരു അപ്രായോഗികത ഇസ്ലാം മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുമെന്ന് വിശ്വസിക്കുന്ന മർക്കസ് തഖാദുസിനെ നിങ്ങൾ എന്താ തിന്നുന്നത് എന്നും നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും മമ്പാട്ടുകാരൻ മാത്രം സ്പെഷ്യലായിരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ വേറൊരു പറയാം, ക്ഷമിക്കണം കേട്ടോ, മുജാഹിദുകളും മിസ്റ്റക്കാരും എന്നോട് ക്ഷമിച്ചേക്ക്. എനിക്ക് ചില പോരായ്മകളുണ്ട്, ഞാൻ കൂട്ടിയാൽ മതി. ഈ മമ്പാട്ടുകാരൻ പറയുന്നത് എന്താണ്? പാപം ചെയ്താൽ ഇർത്തഖബത്തുകയിലാണ്, നബീൻ്റെ കബറുമർത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യം ചെല്ലേണ്ട ആൾ മമ്പാട്ടുകാരനാണ്. എല്ലാ അള്ളാഹ് ഹറാമാക്കുന്നത് ഈ ചെയ്തു, സോഷ്യൽ മീഡിയയിൽ അത് വന്നു, ലോകം അത് കണ്ടു. അതുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ചെല്ലാൻ പറഞ്ഞതാണെങ്കിൽ നിനക്ക് മദീനത്ത് പോരാൻ അവസരമില്ല. കാരണം നിനക്ക് 3 ജന്മം നൽകിയാലും നിനക്ക് ഓർമ്മ വെച്ചത് മുതൽ നീ ചെയ്ത വളരെ വൃത്തികെട്ട കാര്യങ്ങൾ നിനക്ക് റസൂലിനോട് ഏറ്റുപറയാനുണ്ടാവും. അതുകൊണ്ട് നിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ മുജാഹിദ് ബാലുശ്ശേരി തരും, നീ നാളെ തന്നെ ടിക്കറ്റ് ഒക്കെ ആക്കി കയറിക്കോ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ. ഇവിടെ നബി ജീവിച്ചിരുന്നു. വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ചിലർ നബിയെ വിധികർത്താവായി സ്വീകരിച്ചില്ല, എന്നിട്ട് താഗൂത്തിനെ തേടിപ്പോയി. അതിനെ പറ്റിയാ പറയുന്നത്. നബീനെ അംഗീകരിക്കാതെ അനുസരണക്കേട് കാണിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കേണ്ടവർ താഗൂത്തുകളെ അനുസരിച്ചു, അങ്ങനെ വിധി തേടിപ്പോയി. അതിനെപ്പറ്റിയാണ് ഈ ആയത്ത്. എന്ത് ദുർവ്യാഖ്യാനിച്ചാലും ഏത് ശൈഖ് പറഞ്ഞാലും ഈ ആയത്ത് ഓതിത്തന്ന മുത്തു നബി ജീവിതത്തിൽ ഒരിക്കലും കബറാളിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. സഖാഫി തെളിയിക്കാൻ കഴിയില്ല. പിന്നെ കുറേ പൊട്ടീസ് കാണിക്കാൻ പറ്റും, അത് നിനക്ക് കാണിക്കാൻ പറ്റുന്ന അത്ര ലോകത്ത് വേറൊരാൾക്കും കാണിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് നീയും നിന്റെ റബ്ബുമായി കഴിച്ചു കൂട്ടുക എന്നതല്ലാതെ. സഹോദര, നമുക്ക് അടുത്ത ക്ലിപ്പ്, 7ാമത്തെ ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം. പച്ചമോണയാണ് എന്നാ മൗനം ഇപ്പൊ പറയണേ. എന്നാ മൗനം പച്ചമോണയാണ്. അള്ളാഹുവിനേക്കാൾ മുകളിൽ CM വലിയുള്ളാഹിയാണ് എന്ന് പറയുന്ന ഒരു സുന്നി ഈ ഭൂമി ലോകത്തില്ല എന്ന് മാത്രമല്ല, അയാൾ തന്നെ പറയുന്ന വാക്കിൽ വൈരുദ്ധ്യമാണ്. വലിയുള്ളാഹി എന്നാണ് നമ്മൾ പറയുന്നത്.
CM വലിയുല്ലാഹിയെ നമ്മൾ എന്താ പറയുന്നത്? വലിയുല്ലാഹി, അള്ളാന്റെ വലിയ എന്നാ പറയുന്നത്. ആ പറച്ചിൽ തന്നെ CM വലിയുല്ലാഹി അള്ളാന്റെ താഴെയാണ്. ഏയ്, ഞാനെന്തോ വലിയ അപരാധം ചെയ്തു? ഞാൻ ഒരു കാര്യം പറയട്ടെ, CM മടവൂർ അള്ളയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? CM മടവൂര് ഞാൻ അള്ളയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാരാ പറയുന്നത്. ഒരു കാലത്ത് നിങ്ങൾ ചോറ് കൊടുത്ത് വളർത്തിയ ഇന്ന് നിങ്ങളെക്കാൾ ഏറ്റവും വലിയ സമസ്ത സത്യപ്രസ്ഥാനം ഞങ്ങളാണെന്നാണ് കുരുവട്ടൂരികൾ പറയുന്നത്. ആ കുരുവട്ടൂരിയിലെ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടോ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാറിന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ്, ശൈഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ശൈഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ശൈഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തുൻ മിനല്ലാഹ്, ശൈഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ശൈഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനായ ശൈഖുന. സഹോദരങ്ങളെ, എന്താണ് മമ്പാട്ടുകാരൻ പറഞ്ഞ്? വലിയുള്ളാന്നാണ് ഞങ്ങൾ പറയുന്നത്. ആണോ? നിങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞ അനല്ലാ, അള്ളയാണേ. CM അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിനോട് നമ്മൾ കൂടിയിട്ടില്ല. തലക്ക് വെളിവുണ്ടെങ്കിൽ പറയില്ല. കാരണം എന്താ? ഫിറൗനാകാൻ ഒരു മുമ്പിന് ആഗ്രഹിക്കോ? ഫിറൗനിന്റെ കൂടെ നരകത്ത് പോകാൻ ഒരു മുമ്പിന് ആഗ്രഹിക്കോ? എങ്കിലൊരു വലിയ ഫിറൗനാകാൻ ആഗ്രഹിക്കോ? ഫിറൗനല്ലേ ഫഖാല അന റബ്ബുക്കുമുൽ അഅല, അന റബ്ബുക്കുമുൽ അഅല, അന റബ്ബുക്കുമുൽ അഅല. ഇനി അനല്ലാന്ന് CM പറഞ്ഞപ്പോ ഈ ചെക്കൻ എന്താ പറയുന്നത്? ഈ കുരുവട്ടൂരി എന്താ പറയുന്നത്? ഈ മൂവർ സംഘ ചെറുത്താന്റെ വർഗത്തിൽപ്പെട്ടവർ എന്താ പറയുന്നത്? CM അള്ളയാണ് എന്ന് പറഞ്ഞ്, എന്നിട്ടോ വലിയ ആലിമാണ്. ഫിറൗനെ പറ്റി നമ്മൾ പറയുന്നതോ ഫഖാല അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞതിന്റെ പേരിൽ വലിയ വാലിമായി. ഇവിടെ അതേ വാചകം CM പറഞ്ഞാലോ വലിയ ആലിമായി. എന്തടോ നീതി, എന്ത് തലച്ചോറാ ഉള്ളത്? ഒരേ കാര്യം രണ്ടുപേര് ചെയ്താൽ ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലും പോകോ? ഞാനാ റബ്ബ് എന്ന് പറഞ്ഞ ഫിറൗൻ നരകത്തിലേക്ക്, ഞാനും റബ്ബാണെന്ന് പറഞ്ഞ CM സ്വർഗത്ത് പോവോ? ചിന്തിക്ക്, തലച്ചോറ് കൊടുക്ക്. ഞങ്ങൾ നുണ പറയില്ല. അള്ളാന്റെ മേതെ നിങ്ങൾ ഔലിയാക്കളെ പ്രതിഷ്ഠിച്ച ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ നിഷേധിക്ക്, ഞങ്ങൾ വന്നു. ഉദാഹരണം പറയാ, സാമ്പിൾ പറയാ. അല്ലാഹു തആല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ, ഇപ്പൊ കാന്തപുരം മേലെയാണോ അല്ല തായാണോ? കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ. എന്നാ മൗലവി ഇപ്പൊ പറയുന്നേ അള്ളാഹ് ആകാശത്തായതുകൊണ്ട് അങ്ങനെ ദ്വാരക്കണത്. പകരാക്സനി പറയുന്ന വാക്കാ. പകരനെ പുകയത്തുന്നുണ്ടല്ലോ മമ്പാട്ടുകാരാ. കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ അല്ലാഹു തആല ഇനി ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പൊ വെലുപ്പായിരിക്ക അള്ളാഹ്ക്കാണോ കാന്തപുരത്തിനാണോ? മുജാഹിദ് ബാലുശ്ശേരി കള്ളം പറഞ്ഞിട്ടില്ലടോ. മറിച്ച് നിന്റെ ചെവിക്ക് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അതുണ്ടായത്. പഠിക്ക്, നന്നാകാൻ നോക്ക്. അറ്റ്ലീസ്റ്റ് മൊയ്തിമാല വലിച്ചെറിഞ്ഞിട്ട് ഖുർആൻ വായിക്കാൻ നോക്ക്. അപ്പൊ നീ നന്നാവും. ശരി, നമുക്ക് 9ാമത്തെ ക്ലിപ്പിലേക്ക് പോകാം. എന്നാ മൗലവി ഇപ്പൊ പറയുന്നേ അള്ളാഹ് ആകാശത്തായതുകൊണ്ട് അങ്ങനെ ദ്വാരക്കണത്. അപ്പൊ കാണാൻ ആലോചിച്ചു, അപ്പൊ എങ്ങനെ ശരിയാകുക? മൂപ്പരിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു. മൗലവി വേദനയിന് പോകുമ്പോ ചോദിച്ചു നോക്കി. എന്താ ചോദിച്ചത്? അല്ല മൗലവി, നിങ്ങള് പിന്നെ ഈ അള്ളാഹ് ആകാശത്താണെന്ന് പറഞ്ഞല്ലോ, എന്നാൽ സുജൂദിലാണ് അള്ളാന്റെ അടുത്തേക്ക് ഏറ്റവും അടുക്കാന്നും പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കല് റിവേഴ്സ് ഗിയറിലാണോ? എങ്ങനെയുണ്ട്? ഓൻ ഉണ്ടാക്കിയൊരു കഥ, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അതിൽ എന്താ പറയുന്നത്? അള്ളാഹ് ആകാശത്തിലാണ്. ഖുർആൻ വായിക്കണം, സുന്നത്ത് പഠിക്കണം. ഒരു ഉദാഹരണം, ഒരു ചരിത്രം. ഒരു സ്ത്രീയെ യജമാനനായ സഹാബി മർദ്ദിച്ചു. അപ്പൊ ആ സ്ത്രീയെ മോചിപ്പിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആട്ടെ അവളെ കൊണ്ടുവാ. അവള് മുഅ്മിനത്താണോ, സത്യവിശ്വാസിനിയാണോ എന്ന് പരിശോധിക്കാൻ നബീന്റെ അടുത്ത് കൊണ്ടുവന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ടുവന്നിട്ട് നബി ആ സ്ത്രീയോട്, കേൾക്കണം, നബി ആ സ്ത്രീയോട് ഏതെങ്കിലും അണ്ടൻ പറഞ്ഞതിനെ കുറിച്ചല്ല, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായി 21-107 ആ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിക്കാണ്, ഐനല്ലാ, ശരിക്കും കേട്ടോളിട്ടോ, ഐനല്ലാ, അല്ലാഹ് എവിടെ? എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിൽക്കുക സ്ത്രീ. സഹോദര നബിയുടെ മുമ്പിൽ ആ സ്ത്രീ നിൽക്കുന്നു. ഐനല്ലാ, അല്ലാഹ് എവിടെ? അപ്പൊ ആ സ്ത്രീ എന്താ ചെയ്ത്? ഫിസ്സമാ, ഉപരിലോകത്ത്, ആകാശത്തിൽ. നിങ്ങൾ വിചാരിക്കും നമ്മൾ കാണുന്ന ആകാശത്തിലാണ്, ഉപരിലോകം. ഫിസ്സമാ, ആകാശം, അല്ലാണ്ട് ഫില്ലർന്നല്ല, ദർഗയിലേക്ക് എന്നല്ല. അവിടെ പഠിച്ചോനാണ്, നിങ്ങളെ പഠിച്ചോൻ അവിടെയാണ്, ഒരു സംശയം വേണ്ട. സമസ്തക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഒന്ന് ഖുർആൻ വായിച്ചപ്പോൾ രാവിലെ ക്രിസ്ത്യാനികളോട് പറയുന്നത്, അള്ളാഹു മൂവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞവർ കാഫിറുകളായി. എന്താണ് അള്ളാഹു മൂവരിൽ ഒരുവനാണെന്ന് പറഞ്ഞു കാഫിറായി. അപ്പോഴോ അള്ളാഹു 313 ഒരാളാണെന്ന് പറഞ്ഞാലോ, അള്ളാഹു 313 ഒരാൾ. ഞാൻ ചോദിക്കുന്നത്, 3 ദൈവം, അതിലൊരാളാണ് അള്ളാഹ്. ആര്? ക്രിസ്ത്യാനികള്. കാന്തപുരത്തിന്റെ മോനോ 314 ദൈവം, 313 ബദരീങ്ങളും പടച്ചോനും. ആരാ പഴച്ചത്? ക്രിസ്ത്യാനിക്ക് ഒരു പിഴവാണെങ്കിൽ 1 കോടി പിഴവുള്ള വർഗത്തിന്റെ പേരാണ് സമസ്ത. ഇതിങ്ങനെ കടുപ്പിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലാണ്ട് നിങ്ങൾ ഉണരൂല, എനിക്കുറപ്പാ. എന്ത്? അല്ലാഹ് മൂവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനി ഓൻ നരകത്തിലാണെന്ന് വെറുതെ നമ്മൾ വിശ്വസിക്കുക. എന്നിട്ട് നമ്മൾ പറയേണ്ടത് 314 ദൈവത്തിൽ ഒരു ദൈവമായ അള്ളാഹനെ കാണുന്ന കാന്തപുരത്തിന്റെ മോനോ പക്കാ മുസ്ലിം, 916 കേരട്ട്. എടോ, തലച്ചോറ് പെരിച്ചായി തിന്നാത്ത എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ ആർക്കു വേണ്ടി ചിന്തിച്ചിട്ടില്ല ജീവിതത്തിൽ, സംഘടനയ്ക്ക് വേണ്ടി ചിന്തിക്കാറില്ല. എന്താ കാരണം? ദീനിന് വേണ്ടി ചിന്തിക്ക്, ആ ദീന പ്രബോധനം ചെയ്യാൻ സംഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നീ പ്രവർത്തിക്കുക. അതാണ് നിനക്ക് ജമായത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനേക്കാൾ നിനക്ക് ഖൈർ. ഖുർആനും സുന്നത്തും ആചരിക്കുന്ന കാലത്തോളം അതിലൂടെ സഞ്ചരിക്കാൻ. അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണം അദ്ദേഹം ആദ്യമായിട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുക, ഞാൻ എങ്ങനെയാവണം, എന്താവണം എന്നൊക്കെ. ഖുർആനും സുന്നത്തും അങ്ങ് വ്യതിചലിച്ചാൽ, റൂട്ട് തെറ്റിയാൽ ഞങ്ങൾ അങ്ങ് എതിർക്കും. ഉമർ ബിൻ ഖത്താബിനോട് അവർ പറഞ്ഞു, അതാണ് ഇസ്ലാം. ആദർശത്തെക്കാൾ വലുതായി അബൂബക്കർ സിദ്ദീഖില്ല, ആദർശത്തെക്കാൾ വലുതായി ഉമർ ബിൻ ഖത്താബില്ല, ആദർശത്തെക്കാൾ വലുതായി നമുക്ക് വേറൊന്നുമില്ല. ആ ആദർശത്തിന്റെ ജയം, അതാണ് ഇസ്ലാമിന്റെ കൃത്യമായ ജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഹദീസിൽ എന്താണ് കേട്ടോളൂ നിങ്ങൾ, ഇർഹമൂ മൻ ഫിൽ അർദ് ഇർഹമക്കും മൻ ഫിസ് സമാ. അർത്ഥം വെച്ചോ, ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ കരുണ കാണിക്കും. ഹദീസാണ്. ആമിൻതും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ. ഖുർആനാണ്. അതുകൊണ്ട് ഞാനാ പറഞ്ഞ വാചകത്തിൽ ഒരു തകരാറുമില്ല സക്കാഫി. പഠിപ്പില്ലാതെ പോയത് നിങ്ങളുടെ കുറ്റമാണ്, എന്റെ കുറ്റമല്ല. 10ാമത്തെ ക്ലിപ്പ്. പകരാഴ്ചനി അള്ളാനെ പറ്റി ഒരു അക്ഷരം പറയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാനെ പറ്റി ഇങ്ങനെ പല കോലത്തിൽ പറയില്ല എന്നാണ്. അല്ലാതെ നോക്കിങ്ങൾ ആ മനുഷ്യൻ 10-150 കുട്ടികൾക്ക് രാവിലെ ആണ് ഇന്ന വൈകുന്നേരം വരെ അവധി വീട് പറഞ്ഞു കൊടുക്കാൻ, അതിന്റെ സക്കാത്തിന് പൗന്നക്കൊക്കെ എത്തുമോ അങ്ങോട്ട് പറയണ്ട. എന്നിട്ട് ഞാൻ ചാലിയത്ത് പോയി അത് ഡയലോഗ് അടിച്ചു എന്നൊക്കെ പറയുന്നു. സഹോദരങ്ങളെ, അള്ളാഹിനെ പറ്റി പകരാസനി പ്രസംഗിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. ചാലിയത്ത് ഇവനല്ല, ഈ 150 കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പകരാസനി അദ്ദേഹം ചാലിയത്ത് വന്നിട്ട് പറഞ്ഞു, ശരിയാണ്, മുജാഹിദ് ബാലശ്ശേരി പറഞ്ഞു ശരിയാണ്, ഞാൻ അള്ളാഹിനെ പറ്റി പറയാറില്ല, ഞാൻ റസൂലിനെ പറ്റിയാണ് പറയല്, എനിക്ക് അത് മതിയെന്ന്. ഏതൊരു ഇവനോ ഇവിടെ വന്നു, ഇവൻ എന്താ വരേണ്ടത്? അള്ളാഹിനെ പറ്റി പകരാസനി പറഞ്ഞൊരു ക്ലിപ്പ് ആയിട്ടല്ലേ വരേണ്ടത്? ലോകത്തിലെല്ലാ ക്ലിപ്പും എൻ്റെ കയ്യിലില്ലേ കട്ടുമുറിക്കാൻ? അള്ളാഹിനെ പറ്റി പകരം പ്രസംഗിച്ചൊരു ക്ലിപ്പ് ആയിട്ടോ വരട്ടെ, വന്നില്ല. നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരും.
അല്ലാതെ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റബ്ബിനെ പറ്റി പറയാത്തവരാണ്. എന്താ സംശയം? നിങ്ങളുടെ ക്ഷണം മുഴുവനും സൃഷ്ടികളിലേക്കാണ്. റസൂലിന്റെ ഒരു ഹദീസ് എത്ര സ്വീകാര്യമാണെന്ന് എനിക്കറിയില്ല. ഒരു കാലം വരും, എൻ്റെ ഉമ്മത്തിന് ഒരു കാലം വരും, 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ വെറുക്കും. അതിലൊന്നെന്താ അറിയോ? അള്ളാഹുവിനെ മറക്കും, സൃഷ്ടികളെ ഓർക്കും. എങ്കിൽ നിങ്ങൾ വന്നതോടുകൂടെ ഖിയാമത്ത് നാളിന്റെ അടയാളമായി. സമസ്ത വന്നതോടുകൂടെ ആധുനിക ലോകത്ത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി. കാരണം നിങ്ങൾ അള്ളാഹുവിനേക്കാൾ നിങ്ങൾ സൃഷ്ടികളെ ഓർക്കുന്നു. അലാ ബിദിക്രില്ലാ, അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. 13-ാം അധ്യായം 28-ാമത്തെ വചനം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഹജ്ജിന്റെ സമയത്ത് ഹാജിമാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് പഴയ കാലത്ത് ഹജ്ജ് ചെയ്തപ്പോൾ അവർ ഏറ്റവും കൂടുതൽ അള്ളാനെ ഓർക്കുന്നതിന് പകരം ബാപ്പാരെ ഓർക്കുക. ഖുർആനാ പറയുന്നത്. അതായത് അന്ന് ഹജ്ജ് ചെയ്ത ഹാജിമാർ, നബി ഇസ്ലാം പഠിപ്പിക്കുന്ന കാലത്ത് അബൂജഹലും അൽ ഹാജി അബൂജഹൽ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ പൊളിച്ചടക്കം, ഞങ്ങൾ പൊളിച്ചടക്കിയിട്ടേ പോകും ഇൻഷാ അല്ലാഹ്. ചാങ്കൂട്ടത്തോടുകൂടി അവർ പൊളിച്ചടക്കിയിട്ടേ പോകും. ഇന്നൊരു സിംഹത്തെ പോലെ ഇതിനെ കടിച്ചു കുടഞ്ഞിട്ടേ പോവും. അതിന് അല്ലാഹു എനിക്ക് താക്കത്ത് തരും, എന്ത് രോഗമാണെങ്കിലും ഇൻഷാ അല്ലാഹ്. സഹോദര ഓർത്തോ, അള്ളാനെ പറ്റി അവിടെയാണ് ഹജ്ജിന്റെ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഓർക്കുക ബാപ്പാനെയാണ്. അപ്പൊ അള്ളാഹ് അവരോട് പറഞ്ഞു കൊടുക്കണത്, ബാപ്പാനേക്കാൾ വലുത് നിങ്ങൾക്ക് അല്ലയാ. അള്ളാനെ കൂടുതൽ ഓർക്കുകയും അള്ളാനെ പറ്റി പറയുകയും ചെയ്തോളീന്ന് ഖുർആൻ. അതുപോലും സമസ്തക്കാർക്ക് മനസ്സിലായില്ല. അപ്പോഴും അവരാരെയാ പറയുന്നത്? ഔലിയാനെ, ബാപ്പാനെ, കാരണവന്മാരെ, ഔലിയാക്കളെ പോലെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഖുർആനിനെ A to Z നിഷേധിക്കുന്ന ഒരു സമൂഹം യുക്തിവാദി പോലുമല്ല എന്ന് തോന്നുമാറ് സമസ്ത പിഴച്ചു പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ചാടി രക്ഷപ്പെട്ടോളി. ഫിർഖത്തുന്നാജിയുടെ കപ്പൽ ഇതാ ഇവിടെ നങ്കൂരട്ടിരിക്കണ്. ഫിർഖത്തുന്നാജിയുടെ കപ്പൽ ഇവിടെ ഉണ്ട്, അതിലിനിയും സീറ്റുണ്ട്, കയറിക്കൊള്ളി. ഖിയാമത്ത് നാൾ വരെ ആ കപ്പല് ഈ കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. ആ കപ്പലിൽ കയറിക്കൊള്ളി. ഫിർഖത്തുന്നാജിയുടെ കപ്പൽ പോയിക്കോ, അത് നൂഹ് നബി നിർമ്മിച്ച കപ്പലാണ്. അതിനുശേഷം അതിങ്ങനെ തുടരുകയാണ്. കപ്പലിൽ കയറിക്കോ, ഫിർഖത്തുന്നാജിയുടെ കപ്പലിൽ കയറിക്കോ, അവിടെ രക്ഷപ്പെടും. അതിൽ നിങ്ങൾ കയറുന്നില്ല, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി കയറുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക്, 11-ാമത്തെ ക്ലിപ്പിലേക്ക് പോകാം. വേഗം നമുക്കത് അവസാനിപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ മുജാഹിദുകളെ, നിങ്ങളുടെ നാട്ടിലെ ദുന്യാവിൻ്റെ ഒരു വിഷയം, ആ ദുന്യാവിൻ്റെ വിഷയത്തിൽ ഒരാൾ രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും പറയാൻ എത്ര ബാപ്യ ചങ്ങായി നാടന്മാർ ചോദിക്കും, നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഈ ഡയലോഗ് ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര പിതാവാണ് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഈ മമ്മാട്ടുകാരൻ വ്യംഗ്യമായി അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര ബാപ്പുണ്ട് എന്നാണ് ചോദിച്ചത്. മോനെ, അങ്ങനെയാണോ ചോദിച്ചത് മൗലവി? നക്കട്ടുപോയി ആ കിളപ്പൊന്നോട് കളിപ്പിച്ച മോനെ. ഞാൻ ചോദിക്കട്ടെ മുജാഹിദുകളെ, നിങ്ങളുടെ നാട്ടിലെ ദുന്യാവിൻ്റെ ഒരു വിഷയം, ആ ദുന്യാവിൻ്റെ വിഷയത്തിൽ ഒരാൾ രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാൻ എത്ര ബാപ്യ ചങ്ങായി നാടന്മാർ ചോദിക്കും, നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടില് ആരാ? ഞങ്ങള് മമ്പാടിൻ്റെ നാട്. മമ്പാട്ടുകാർ തൽക്കാലം ക്ഷമിച്ചാളി. മോനോൻ്റെ നാടിനെ പറ്റി പറയണമെന്നറിയോ? ദുനിയാവിൻ്റെ കാര്യത്തിൽ രാവിലെ ഒരു കാര്യം പറഞ്ഞു, വൈകുന്നേരം തിരുത്താൻ പാടില്ലത്രേ. അങ്ങനെ തിരുത്തിയ ഓൻ്റെ നാട്ടിൽ ചോദിക്കത്രേ എനിക്ക് എത്ര ബാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും സംസ്കാര ശൂന്യരായ ഒരു ജനതയാണ് ഓൻ്റെ ചുറ്റുവട്ടത്തിലുള്ള നാം പറയുന്നത്. ഓൻ അവർ കയറി തല്ലണ്ടേ? നിങ്ങൾ നോക്ക്, ഒരു ശാസ്ത്രകാരൻ്റെ ഗവേഷണം ദുനിയാവിന് വേണ്ടിയാണ്. അത് തെറ്റായി പോയിട്ടുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് തിരുത്തിയിട്ടുണ്ട്. ദുനിയാവിലൊരു കണ്ടെത്തൽ അത്ര ശരിയല്ലാന്ന് തോന്നിയാൽ വൈകുന്നേരം തിരുത്തും. അതിലെന്താ തെറ്റ്? ഇവനിത് എന്തിനാ ചോദിക്കണെന്നറിയോ? ഇവനിത് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ 2 ക്ലിപ്പിട്ടു. 2 ക്ലിപ്പിൽ ഒന്ന്, നബിയുടെ ആധാറുകൾക്ക് ബർക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞൊരു പ്രസംഗം. നബിയുടെ മുടി, ആ മുടിക്ക് ബർക്കത്തില്ല എന്ന് ഞാൻ ചെയ്തൊരു പ്രസംഗം. അത് ഞാൻ ചെയ്തതാണ് പൂനൂര് എൻ്റെ നല്ല യൗവന കാലഘട്ടത്തിൽ. എനിക്ക് ആ വിഷയത്തിൽ അറിവ് വന്ന് കിട്ടാത്ത കാലത്ത്. ശരിക്കും ശ്രദ്ധിച്ചോ മോനെ, ഈ ഭാഗം ഒരു പ്രത്യേക ക്ലിപ്പാക്കി വിട്ടേക്കുന്നുണ്ട്. എനിക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ വിഷയത്തിൽ അറിവ് വന്നതിന് ശേഷം ഞാൻ തിരുത്തിയിട്ടുണ്ട്. അതെൻ്റെ ഈമാനാണ്. അള്ളാന്റെ ഖുർആൻ ജീവിതത്തിൽ നീ വായിക്കാത്തത് കൊണ്ട് നീ ഉസ്താദുമാരെ വിളിച്ച് സഖാവത്ത് സുന്നി എന്ന ആയത്തിന്റെ കഷ്ണ എഴുതി വാങ്ങുമ്പോൾ ഞാനതിൻ്റെ ഫുള്ള് ഓതിയായിരുന്നു. നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാ. അതെന്താ? അള്ളാന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മളിതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഞാൻ പറയാം. ഇവിടെ വിഷയം വിശുദ്ധ ഖുർആന്റെ 3-ാം അധ്യായം
135-ാമത്തെ വചനം. അത് പറഞ്ഞിട്ടേ വിശ്വസിക്കാം. ഈ വചനങ്ങൾ ഒരിക്കലും മറക്കരുത്. വേറെ പ്രസ്ഥാനത്തു നിന്നും ഇത് കേൾക്കാൻ കഴിഞ്ഞോണമെന്നില്ല. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലു വഹും യഅലമൂൻ. എന്താ പറയുന്നത് അറിയോ? അറിഞ്ഞുകൊണ്ടൊരു മുഅ്മിൻ തെറ്റിൽ നിൽക്കൂലാന്ന്. ഒരു മുഅ്മിന്റെ ക്വാളിറ്റി എന്താണ്? ഒരു കാലത്ത് അറിവ് കേടുകൊണ്ട് പറഞ്ഞു പോയത്, മറ്റൊരു കാലത്ത് അറിവ് വന്ന് പോയത് തിരുത്തി. അപ്പൊ അള്ളാഹ് പറയാണ് മോനുള്ളതാണ് സ്വർഗം എന്ന്. അള്ളാഹ് സ്വർഗം ആയിരിക്കാന്ന് വിശദീകരിക്കുകയാണ്. അമ്പാടെ ഖുർആൻ കണ്ടിട്ടില്ലാത്ത മമ്പാട്ടുകാരാ, ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത വ്യക്തിയെ നീ ഓത് ഖുർആനില്. ഒരു തെറ്റ് പറ്റിയ നിന്നെ പോലെയല്ല, ഒളിവിലും മറവിലും നീ ചെയ്തു കൂട്ടുന്ന പരാക്രമമുണ്ടല്ലോ, അതുപോലെ അല്ല ഞങ്ങള്. ഞങ്ങൾക്ക് തെറ്റു പറ്റിയാൽ ഞങ്ങളത് തിരുത്തും. ഞാൻ തിരുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ആ ക്ലിപ്പ് ഇട്ടിട്ട് ഇവൻ എന്താ പറയുന്നത്? ദുനിയാവിന്റെ കാര്യത്തിൽ രാവിലൊന്നും വൈകുന്നേരമൊന്നും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിനക്കത്ര ബാപ്പയുള്ളതെന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം നബി ജീവിച്ചിരുന്നെങ്കിൽ, എന്ന് ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളൂ, ഈ ചോദ്യം അള്ളാന്റെ റസൂൽ ജീവിച്ചിരുന്നെങ്കിൽ, സഹോദരങ്ങളെ, സമസ്തക്കാരെ, ഇവനെ നിങ്ങൾ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ആപത്താണ്. ഇവൻ നബിയാണ് ചീത്ത പറഞ്ഞത്. കാരണം എന്താ? ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു നബി ഒരു അഭിപ്രായം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അഭിപ്രായം നബി തിരുത്തി. എന്താ അഭിപ്രായം? ഇവൻ ദീൻ പഠിക്കാറില്ല. ദീൻ പഠിച്ചവരുടെ മുമ്പിലാണ് വന്നിട്ട് കളകള പറയുന്നത് കൂടി ഓർത്താൻ നല്ലതാ. റസൂലുള്ള പറയാണ് സ്വഹാബത്തിനോട്, വലിയ കാര്യ, ചെറിയ കാര്യമൊന്നുമില്ല ദുനിയാവിന്റെ. എന്താ? ഈത്തപ്പഴങ്ങൾ പനകൾ തമ്മിൽ പരാഗണം നടക്കണം. പരാഗണം നടക്കണമെങ്കിൽ ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടണം. അങ്ങനെ സ്വഹാബത്ത് ചെയ്തിരുന്നു. അത് സയന്റിഫിക്കലി പ്രൂഫ്ഡ് ആണ്. അത് ചെയ്യണം. പക്ഷെ അള്ളാന്റെ റസൂൽ ദുനിയാവിന്റെ കാര്യം പറഞ്ഞപ്പോ, ദീനിന്റെ കാര്യമല്ല, ദുനിയാവിന്റെ കാര്യം പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞത് ചെയ്യേണ്ടതില്ല. ശരിക്കും ചിന്തിച്ചോളെ, ചെയ്യേണ്ടതില്ല. അപ്പോ നബിയല്ലേ പറയുന്നത്, വഹിയുള്ളാളല്ലേ പറയുന്നത്. ആ നിലക്ക് അവരതനുസരിച്ചു. പിറ്റേത്തെ വിളവെടുപ്പിലെ ഈത്തപ്പഴം കുറഞ്ഞു, ഗണ്യമായി കുറഞ്ഞു. അപ്പൊ അവര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ, നിങ്ങൾ പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പരാഗണം നടത്തിയില്ല. സയന്റിഫിക്കലി ഒരു തെറ്റിനെയാ പറ്റിയത്, ഒരു സംശയമില്ല നബിയെ, അതുകൊണ്ട് വിളവ് കുറഞ്ഞു പോകുന്നു. അപ്പൊ നബി പറയണത്, ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ കാര്യമാക്കണ്ട, ഇനി നിങ്ങളങ്ങ് ചെയ്തോളി. ദുനിയാവിന്റെ കാര്യമാണ്. എന്നിട്ട് റസൂല് പറയുകയും കൂടി ചെയ്തു. ദുനിയാവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ മൂലക്കെടുക്കണ്ട, അത് മാറ്റി പറഞ്ഞു വരാം. അൻതും, നിങ്ങളാണ്, അൻതും അലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം എന്നേക്കാൾ അറിയുന്നത് നിങ്ങളാണ്. അപ്പോ ദുനിയാവിന്റെ കാര്യം മാറ്റി മാറ്റി പറയാം, ദീനിന്റെ കാര്യം ചങ്ങായി മാറ്റി മാറ്റി പറയാൻ പറ്റാത്ത. ഇനി ദീനിന്റെ രംഗം മാറിയതെങ്ങനെയാ? ഞാൻ അല്പം വിദ്യാഭ്യാസമുള്ളവർ ചോദിക്കട്ടെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖദീമായ കൗലുണ്ട്, ജദീദായ കൗലുണ്ട്. നൂറുകണക്കിന് വിഷയത്തിൽ പ്രമാണവിരുദ്ധമായി മദ്ഹബിന്റെ ഇമാമികൾ കുറച്ച് പിരീഡെങ്കിലും ജീവിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ടുള്ള നിഷേധമല്ല, അവർക്ക് കിട്ടിയ തെളിവ് വെച്ച്. ഇപ്പൊ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കയ്യിന്റെയും കാലിന്റെയും വിരലുകൾക്കുള്ളിൽ വെള്ളം കടത്തി ഉളൂ ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കി അത് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ യഥാർത്ഥ ഹദീസ് കാണിച്ചു കൊടുത്തു. കൈവിരലിലും കാൽവിരലിലും വെള്ളം വരണം, നനയണം, അവിടെ കൈകൊണ്ട് ഇങ്ങനെ തടവി കഴുകണം എന്ന ഹദീസ് കണ്ടപ്പോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തിരുത്തി. ഇനി ഈ മമ്പാട്ടുകാരൻ ഇമാമിങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഈ ദുഷിച്ചവൻ ഇവൻ അവരെ ചീത്ത പറയുമായിരുന്നു. അതുകൊണ്ട് അവരെ കാലം കഴിഞ്ഞ് ഏറ്റവും ആസുര കാലഘട്ടത്തിൽ ഇബ്ലീസിന്റെ കൂടെ നമുക്ക് പരീക്ഷണത്തിനായി മമ്പാട്ടൊരു ജന്മമുണ്ടായി. എന്റെ സുന്നത്ത് മാത്രമല്ല, ഉസ്മാൻ തങ്ങളെ 2ാം ഭാഗവും കടിച്ചു പിടിക്കണോ, ഉമർ തങ്ങളെ 20 റക്അത്ത് തറാവീഹും കടിച്ചു പിടിക്കണോ. ഉമർ ഇബ്നുൽ ഖത്താബ് 20 റക്അത്ത് നിസ്കരിച്ചതിനെയും മുറുക്കി പിടിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ 2ാം ഭാഗവും നമ്മൾ സ്വീകരിക്കണം. അപ്പോഴേ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആവുന്നതാണ് മമ്പാട്ടുകാരൻ. അപ്പൊ ഇമാം ഷാഫിയെ നീ എന്ത് പറയും? സമസ്തക്കാരുടെ വെല്ലുവിളിയാണ്. ഞാൻ തെളിവൊന്നും ധരിക്കില്ല, കാരണം ഇതിവിടെ അവസാനിക്കാൻ പാടില്ല. ഇതൊരു വാദപ്രതിവാദത്തിൽ അവസാനിക്കണം. ഇതൊരു വാദ ഉസങ്കടിയിൽ, ഇതൊരു വാദപ്രതിവാദത്തിൽ അവസാനിക്കണം. നിങ്ങളെ ചോട്ടാ കത്തിലല്ല, ഞങ്ങൾ അതിനേക്കാൾ കൊമ്പത്തുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായിക്കൂടെ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി
ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ രണ്ടാം ബാങ്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതോ, എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒറ്റ ബാങ്കാണ്. അപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, മമ്പാട്ടുകാരാ നീ എങ്ങനെ വിളിക്കും? അതെന്താ വിഷയം? അതാ പറഞ്ഞ് കാള പറ്റൂന്ന് നിൽക്കുമ്പോൾ കയറെടുക്കരുത്, കാള പറ്റൂന്ന് നിൽക്കുമ്പോൾ കയറെടുക്കരുത്. രണ്ടാം ബാങ്കിനൊരു കാരണമുണ്ട്. ആ കാരണമില്ലെങ്കിൽ ഒന്നാം ബാങ്കിലേക്ക് മടങ്ങലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ലേ? നീ പറഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് തൊട്ട് കാണിച്ചു തരും. അന്ന് എനിക്ക് കിതാബ് തിരിയോ ഇല്ലേ, വായിക്കാൻ അറിയോ ഇല്ലേ എന്നൊക്കെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരും. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ചിലപ്പോൾ അക്ഷരത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആശയം തെല്ലും ചോരാതെ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ഇനി ഇവിടെ തറാവീഹ് മുഹമ്മദ് നബി നിസ്കരിച്ച പോലെ എന്നെന്താ മമ്പാട്ടുകാരൻ പറയാത്ത? എന്താ ദാരിമി പറയാത്ത? അബൂബക്കർ സിദ്ദീഖ് 20 നിസ്കരിച്ച പോലെ എന്താ പറയാത്തത്? നബി ജീവിച്ച കാലത്ത് 20 ഇല്ലാന്നോ? ആണോ? എങ്കിൽ അത് പറ. അബൂബക്കർ സിദ്ദീഖ് 20 നിസ്കരിച്ചിട്ടുള്ള 11 എങ്കിൽ അത് പറ. 2013 ഹദീസ് ഇമാം ബുഖാരിയില് എന്താ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുക. എന്ത് ചോദിക്കുക? എന്താ ചോദിക്കുന്നത്? നബിയുടെ തറാവീഹ് നിസ്കാരം, രാത്രി നിസ്കാരം എങ്ങനെയാ? മകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅയ അലാ 11 റകഅത്തൻ 11 റകഅത്ത്. റമളാനിലോ അല്ലാത്തോ തീർന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അൽ-ഉമ്മിന്റെ 311 313 എന്നെനിക്ക് സംശയമുണ്ട്. ഓർമ്മക്ക് മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ്. പക്ഷെ അതിൽ പറയുന്നത് ഉമർ ബിനുൽ ഖത്താബ് ഉബയ്യ് ബിൻ അമറ ഉമർ ബിനുൽ ഖത്താബ് ഉബയ്യ് ബിൻ കഅബ് വതമീം ഉദ്ദാരി എന്ന് പറയാണ് അയ്യകുമാലിന്നാസി അലാ 11 റകഅത്തൻ അലാ 11 റകഅത്തൻ. ലോകത്ത് ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥരൂപത്തിൽ ലോകത്തിൽ വന്ന ഒന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറയുന്നു 11. ഞങ്ങൾ ആ 11 സ്നേഹിക്കുന്നു. അതിൽ കൂടുതൽ നിസ്കരിക്കുന്നവരെ ഞങ്ങളിവിടെ തെറി പറഞ്ഞു നടക്കണില്ല. കാരണം എണ്ണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വിരുദ്ധം വന്ന ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷേ ഈ മഹാനായ 82 വ്യാഖ്യാനം ഇമാം ബുഖാരിക്ക് 82 വ്യാഖ്യാനങ്ങളിൽ അതിലേറ്റവും ശ്രദ്ധേയം ഫത്ഹുൽ ബാരി ആണ്. അതിൽ അദ്ദേഹം പറയുന്നത് 20 റകഅത്ത് 21 റകഅത്ത് അല്ലെ 20ലധികം റകഅത്ത്. ആ റകഅത്തിനെ കുറിച്ച് പറയുന്നത് അതിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാ പറഞ്ഞത്. മറ്റതൊക്കെ 10 മട്ട് പോലെ ഹദീസാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ റൂട്ട് തെറ്റിയിട്ടില്ല. അങ്ങനെ അടുത്തപ്പെട്ടെ അള്ളാന്റെ ചോദ്യമാണ്. അള്ളയാണ് ചോദിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, അഹ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ല, കെ മൗലവി സാഹിബ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതനല്ല. അവലൗകാന ആബാഉഹും, അവരുടെ പിതാക്കന്മാർ വിവരമില്ലാത്തവരും അവരുടെ പിതാക്കന്മാർ ഹിദായത്ത് ലഭിക്കാത്തവരുമാണെങ്കിലും അവർ അങ്ങനെ തന്നെയാണോ പറയുന്നത്? അതാണ് പ്രശ്നം. അവിടെയാണ് ബാപ്പപ്പാരെ സ്വീകരിച്ചതല്ല പ്രശ്നം. പക്ഷേ സ്വീകരിക്കപ്പെട്ട ബാപ്പപ്പാരെ യോഗ്യരല്ല. വിനീതമായി ഞങ്ങളോട് പറയണേ. അപ്പം അമ്പാട് സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കണം. സൂറത്ത് മാഇദ 5-ാം അധ്യായം 104-ാമത്തെ വചനം ഞാൻ ഉദ്ധരിച്ചു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കും റസൂലിൻ്റെ ചര്യയിലേക്കും വരുമെന്ന് പറയപ്പെട്ടാൽ ഞങ്ങളുടെ വാപ്പാര് കാക്കകാരന്മാരും ചെയ്ത് മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് മമ്പാട് പറയുന്നത് ഞങ്ങളല്ല. നാം മമ്പാട് അറിയാതെ. അതാണ് അള്ളാൻ്റെ കളി. അള്ള ഹിദായത്ത് കൊടുക്കാൻ ഒരു നാട്ടിലെ ചില ആളുകൾക്ക് തീരുമാനിച്ചാൽ ഒരു മമ്പാട്ടുകാരൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മമ്പാട്ടുകാരൻ പറയുമ്പോൾ അറിയാം. ഞങ്ങളുടെ പാരമ്പര്യം, മമ്പാട്ടുകാരൻ്റെ പാരമ്പര്യം ശരിക്കും ശ്രദ്ധിച്ചോളി. കേരളത്തിലെ സമസ്തക്കാരുടെ പാരമ്പര്യം 9-ാം നൂറ്റാണ്ട് മുതലാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഞങ്ങൾ സ്വീകരിക്കില്ല. 1-ാം നൂറ്റാണ്ടിലെ നബിയെയും സാബ് ഇവൻ ഇവിടെ വന്നിട്ട് പച്ച മലയാളത്തിൽ പ്രസംഗിക്കുകയാണ്. നിങ്ങളൊക്കെ അങ്ങനെ കേട്ടുപോകും. ജാഹിദ് വാർസിയെ നന്നായി കളിയാക്കുന്നുണ്ടില്ലേ, നിങ്ങൾ അത്രേ ചിന്തിച്ചു പോകും. ഞാൻ കേൾക്കുന്നതേ ആ കേൾവിയുടെ ശൈലി ഒന്ന് വേറെയാ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആരും നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ എന്താ പറയുന്നറിയോ? മൊയ്തീമാല ഇറങ്ങിയത് മുതലുള്ള ഉമ്മ, മൊയ്തീമാല വായിച്ച ഉമ്മ, ആ ഉമ്മാന്റെ പാരമ്പര്യം ഞങ്ങൾ. എന്നിട്ട് ഓൻ പറയുന്നതറിയോ? പ്രഥമ പാരമ്പര്യം അതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇസ്ലാം സ്വീകരിക്കേണ്ടതെന്ന്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടുള്ളവരെ ഒഴിവാക്കണമെന്ന്. അവരെ പറ്റിയാണ് അള്ള പറയുന്നത് വിവരമില്ലാത്തവരാണ്. ആര്? മുത്തുനബി, സഹാബത്ത്. എനിക്ക് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നാവുകൊണ്ട് എന്നോ ഞാൻ കൊന്നേനെ.
ആ ക്ലിപ്പ് മുന്നിട്ടുമേ. എനിക്കും നിങ്ങൾക്കും ഒരു ബാപ്പപ്പാരുണ്ട്. അതാ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകണമെന്നാണ്, വിശ്വാസികളായ പിതാവിലേക്ക് പോകണമെന്നാണ്, ഈമാനുള്ള തറവാട്ടിലേക്ക് മടങ്ങണമെന്നാണ്. അതേ ജീവിതത്തിൽ ആദ്യമായി അലിഫ് എന്ന് പറയുന്ന ആദ്യാക്ഷരം എഴുതി അല്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ച ഉസ്താദിന്റെ വഴിയിലേക്ക് ആട്ടുതൊട്ടിലിന്റെ കയറ് പിടിച്ച് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാല പാടിയ ഉമ്മ, ആ ഉമ്മയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താരാട്ടു പാട്ടുപാടി കലിമയുടെ വെളിച്ചം തന്ന പ്രഥമ കണ്ണേ. ആ ഉമ്മന്റെ വഴിയിലേക്കാണ് നമ്മൾ പറയുന്നത്. അതെ, അതിന്റെ മുമ്പുള്ള ചില വാപ്പപ്പാരുണ്ട്, അവരിലേക്കല്ല. മതി, ഈ ഒരൊറ്റ ക്ലിപ്പ് മതി നമുക്ക് സമസ്ത എന്താന്ന് മനസ്സിലാക്കാൻ. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എങ്കിലും ഞാൻ പറഞ്ഞതാണ് സത്യം. ഒരൊറ്റ കുട്ടിക്ക് തലച്ചോറില്ല, സകലവും പെരിച്ചായിരുന്നു. ഓൻ എന്താ പറഞ്ഞേ? മൊയ്തീമാല ചെല്ലിയ ഉമ്മയാണ് നമ്മുടെ പ്രഥമ പിൻപറ്റേണ്ട ആള്. അതിന് മുമ്പ് ചില വാപ്പാരുണ്ട്. അതാരാ? അള്ളാന്റെ റസൂല്, സഹാബത്ത്. അവിടെ പിൻപറ്റരുത്. മൊയ്തീമാലയുടെ കാലേ നബി വഫാത്തായിട്ട് 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ ചവറ് സാധനം ഇത് മൊയ്തീമാല തുടർന്നത് ഇങ്ങനെയാ. അല്ലെ നല്ല കൈ കെടും. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ചെല്ലിയ ഉമ്മയാണ് നമ്മുടെ മാതൃക. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാതെ നബീനെയും സ്വഹാബത്തിനെയും പിൻപറ്റാനല്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ നൂറ്റാണ്ട് അതൊക്കെ വിട്ട് നോക്കണങ്ങള്. 1, 2, 3, 4, 5, 6, 7, 8, 9 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള അമ്മാനെ പിൻപറ്റാനാണ് നമ്മളോട് പറയുന്നത്. ഇനി ഞാൻ പറയണ ഒന്ന് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശുദ്രമാല ചൊല്ലിയിട്ടുണ്ടോ? മൊയ്തീമാല എന്ന ഈ ശുദ്രമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിട്ടുണ്ടോ? ഉമ്മ ചൊല്ലി. അതുകൊണ്ട് ആ മാതൃക സ്വീകരിക്കണതാ. നബി ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടോ പറയുന്നത് അറിയോ? ഈ മൊയ്തീമാല ചെല്ലാത്ത റസൂൽ നിങ്ങൾ എന്തിനാ അംഗീകരിക്കണത്? മനസ്സിലാക്കിക്കോളി മോനെ. ആ ക്ലിപ്പ് ഒന്നുകൂടി ചെവി കുറിപ്പിച്ച് കളിക്കി. ആ ക്ലിപ്പ് ഒന്നുകൂടി. എനിക്കും നിങ്ങൾക്കും ഒരു ബാപ്പപ്പാരുണ്ട്. അതാ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകണമെന്നാണ്, വിശ്വാസികളായ പിതാവിലേക്ക് പോകണമെന്നാണ്, ഈമാനുള്ള തറവാട്ടിലേക്ക് മടങ്ങണമെന്നാണ്. അതേ ജീവിതത്തിൽ ആദ്യമായി അലിഫ് എന്ന് പറയുന്ന ആദ്യാക്ഷരം എഴുതി അല്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ച ഉസ്താദിന്റെ വഴിയിലേക്ക് ആട്ടുതൊട്ടിലിന്റെ കയറ് പിടിച്ച് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാല പാടിയ ഉമ്മ, ആ ഉമ്മയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താരാട്ടു പാട്ടുപാടി കലിമയുടെ വെളിച്ചം തന്ന പ്രഥമ കണ്ണേ. ആ ഉമ്മന്റെ വഴിയിലേക്കാണ് നമ്മൾ പറയുന്നത്. അതെ, അതിന്റെ മുമ്പുള്ള ചില വാപ്പപ്പാരുണ്ട്, അവരിലേക്കല്ല. എത്ര വലിയ അപകടം പിടിച്ച ഒരു പ്രസംഗാണത്. ഇതിന് പകരം പറയാനാണ് നമ്മൾ അങ്കടി മുകളിലെത്തുന്നത്. പക്ഷേ ശത്രുക്കൾ നമ്മൾ തടഞ്ഞു. ഹുദൈബിയ സന്ധി നമുക്ക് മാതൃകയാണ്. നമ്മൾ ക്ഷമിക്കുക, കിട്ടാവുന്നിടം നമ്മളിത് ചെയ്യാം. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്, അപാര സന്തോഷത്തിലാണ് ഞാനിത്. എനിക്ക് ന്യൂമോണിയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് ഇതിനു വേണ്ടി. നാളെ പോയാൽ ചിലപ്പോൾ ഞാൻ കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഇത് ശരിക്കും മനസ്സിലാക്കി ഓഡിറ്റോറിയത്തിലേക്ക് മാറിയത് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾ കേൾക്കും. നാളെ ഇതിൻ്റെ ക്ലിപ്പ് പുറം ലോകം പോകും. അതിൻ്റെ 1000 ഇരട്ടി അങ്കടി മുഖറിൽ ചലനമുണ്ടാകും. നോക്കിക്കോ നിങ്ങൾ, അങ്കടി മുഖറിൽ ചലനമുണ്ടാകും. ഇവനെന്താ പറയണത്? മൊയ്തീമാല ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരൊറ്റ സഹാബിയും ഒരൊറ്റ താപിയും. ഇവർ പറയുന്നതറിയോ? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടൻ സ്വർഗത്തിൽ ന്യായം കൊടുക്കുന്ന വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ മൊയ്തീമാല ചെല്ലിയാ സ്വർഗം കിട്ടും. ഒരു കാര്യം ഉറപ്പായി, ഇത് ചെല്ലാത്ത അബൂബക്കർ സിദ്ദീഖിൻ്റെ കാര്യം കഷ്ട, ഇത് ചെല്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാര്യം കഷ്ട. എത്ര ഭയാനകരമായ വൃത്തികെട്ടൊരാശയത്തെയാണ് സമസ്ത ലോകത്തിന് മുമ്പിൽ പ്രകാശിപ്പിക്കുന്നത്. മുന്നേ അടുത്ത കളിപ്പ് അതിനാണ് സുന്നത്ത് ജമാഅത്ത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാഹുവിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങള്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്ന അവിടുത്തെ ജന്മദിന ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു വലിയൊരു വ്യൂഹത്തെ ഉണ്ടാക്കാനല്ലേ നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ ഉച്ചൈസ്തരം വായിച്ച് വിളിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വം ആകാശത്തോട് ഉയർത്തി അദ്ദേഹത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. ഞങ്ങളും അത്രേ പറഞ്ഞുള്ളൂ. അള്ളാഹുലേക്ക് ക്ഷണിക്കാനല്ല, അള്ളാഹുവിൻ്റെ ഏകത്വം പറയാനല്ല. പ്രവാചകന്മാർ വന്നതാ, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. ഖുർആന്റെ 12-ാം അധ്യായം 108. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ഉദൂ ഇലാ സബീലി റബ്ബിക, റബ്ബിലേക്ക് ക്ഷണിച്ചു. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും വലാ തുജാദിലു അഹ്ലൽ കിതാബ്. എല്ലാ റബ്ബിലേക്ക്. ഇനി അടുത്ത ക്ലിപ്പ് കേട്ടോളൂ. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. അവന് മരിച്ചുപോയ നബിയെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. ഒറ്റ ചോദ്യം ഞങ്ങൾ, ഈ വാചകം ഇതുപോലെ പറഞ്ഞ ഒരു നബിയുടെ പേര്, ഒരു നബി വരിക ഒരു നാട്ടിൽ, ആ നബി പറയുന്നത് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞ ഒരു നബീൻ്റെ പേര്. മരിച്ചവരെ വിളിക്കരുത് എന്ന് പറയാനാണ് അവർ വന്നതെന്ന് തെളിയിക്കാൻ ഞാൻ ആയിരക്കണക്കിനായത്തോതാ. നീ ഒരായത്തോട് എന്തൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയുടെ ഭാഗം പ്രത്യേകം ലോകം കറങ്ങണം. അതെന്താ വെല്ലുവിളി? വിശുദ്ധ ഖുർആനിൽ മരിച്ചവരെ വിളിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്ന് പ്രസംഗിക്കുന്ന ഒരു നബിയുടെ പേര്, ഒരൊറ്റ നബിയുടെ പേര്, ഒരൊറ്റ സിദ്ദീഖിൻ്റെ പേര് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിനാണ്. എന്നാ പേരോട് നിങ്ങളെല്ലാവരും ഉച്ചാടി കേൾക്കാണ്. പേരോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ കൂട്ടത്തിൽ അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ പേരോട് അദ്ദേഹം മനസ്സക്കാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്ക് പേരോടിൻ്റെ ക്ലിപ്പ് കേൾക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ മനസ്സ് ക്ഷണിച്ചത് എങ്ങോട്ടാണ്? ലോകത്തുള്ള എല്ലാ മഹാന്മാരും ജനങ്ങളെ മനസ്സ് ക്ഷണിച്ചത് എങ്ങോട്ടാണ്? ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറാ വനദീറാ വദാഇയൻ ഇലല്ലാഹ്. അല്ലാഹുവിലേക്കാണ് ക്ഷണിച്ചത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. സുബ്ഹാനല്ലാഹ്. ആ അല്ലാഹുവാണല്ലോ ഖാലിഖും മാലിക്കും, അവനാണല്ലോ സട്ടാവ്, അല്ലാഹുവാണല്ലോ ഉടമസ്ഥൻ, അല്ലാഹുവാണല്ലോ. പേരോടിൻ്റെ പ്രസംഗങ്ങൾ കേട്ടില്ലേ? അള്ളാഹുവിലേക്ക് കൽബ് തിരിയുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക, ആത്മാർത്ഥമായി മനസ്സ് തട്ടി ഒരുപാട് വേദനകളോടെ. ഞാൻ ചോദിച്ചോട്ടെ, മമ്പാട്ടുകാരൻ്റെയും MT ദാരിമിയുടെയും നൗഷാദ് അഹ്സനിയുടെയും പകരാഹ്സനിയുടെയും ഒക്കെ കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം അള്ളാഹുമായി കൽബടിപ്പിക്കാൻ സമസ്തക്കാരെ പ്രേരിപ്പിക്കുമോ? ഈ ചോദ്യം വളരെ ഗൗരവമാണ്. എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു ഹൃദയം സമസ്തക്കാരുടെ പ്രബോധനം കൊണ്ടുണ്ടാവുമോ? നേരെ മറിച്ച് മുജാഹിദുടെ പ്രബോധനം കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അള്ളാൻ്റെ അനുഗ്രഹത്താൽ. പേരോടിന് കുറ്റബോധം. കാരണം ജനങ്ങളെ ക്ഷണിക്കേണ്ടത് ഖബറിലേക്കാണ്, മരിച്ചവരെ ആരാധിക്കാനാണ് എന്നിവർ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കൽ പേരോടിന് കുറ്റബോധം ഉണ്ടാക്കി. അപ്പം അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്മാർ വന്നത് അള്ളാഹുലേക്ക് ഹൃദയം അടുക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാനാണ്. മുജാഹിദുകളും അതിനേ വന്നിട്ടുള്ളൂ. അടുത്ത ക്ലിപ്പിലേക്ക് പറയാണ്, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ ഇങ്ങനെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് കേട്ടോളി. ഈ ആയത്ത് സൂറത്ത് സുമറിലെ 45-ാമത്തെ ആയത്തിൽ പറയാണ്, വഇദാ ദുകിറല്ലാഹു വഹ്ദ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ.
അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ദൈവമായി അംഗീകരിക്കുക, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഒരു കാര്യം മുശ്രിക്കുകളോട് ഭയപ്പെട്ടാൽ അവരുടെ ഹൃദയം അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതില്ലാത്ത അസഹ്യമായിരുന്നു അവർക്ക് എന്നാണ് ആശയത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം. അതിന് നേരെ വളച്ച് ഇവിടുത്തെ സമസ്തക്കാർക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കള്ളം മൗലവി ഇവിടെ പറയാം. അങ്കടി മുഖറിലെ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചനം ഞാൻ പറഞ്ഞു. അതിൽ അള്ളാഹിനെ പറ്റി മാത്രമായി പ്രസ്താവിക്കപ്പെട്ടാൽ ഹൃദയത്തിന് അസഖ്യത ഉണ്ടാവും. യഥാർത്ഥത്തിൽ അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല. ഖുർആൻ പറയാണ്, വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. അള്ളാഹ്ക്ക് പുറമല്ലേ ഔലിയാക്കളെ പറ്റി പറഞ്ഞാലോ തീർച്ചയായും അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഏപ്പിക്ക് ഹാപ്പിയാണ്. 14 നൂറ്റാണ്ടും വന്ന പറയാ ഏപ്പിക്ക് ഹാപ്പിയാണ്. ഇനി മാത്രം കേട്ടാലോ ഓൾക്ക് ചൊറിയും, ഓൾക്ക് ബേജാറാവും, ഓല് സഹിക്കൂല. അതൊരു സമ്മതിച്ചിരൂല. അത് പരിശോധിച്ച് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മുസാസലായി ശേഷം സംസാരിക്കും ഇൻഷാ അല്ലാഹ്. വളരെ അർത്ഥവത്തായ ഒരു മേഖല MT ദാരിമി പറഞ്ഞ ഒരു മേഖല അല്ലാത്തതും ചിലത് അദ്ദേഹം കൈകാര്യം ചെയ്യും. ഞാൻ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മാത്രം എന്ന് കേൾക്കുമ്പോൾ എന്താ APക്ക് വിഷമം, എന്താ EKക്ക് വിഷമം? മാത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഖുർആനിൽ തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. മക്കാ മുശ്രിക്കുകളുടെ പേരിലിറങ്ങി അവർക്ക് വിഷമമുണ്ടായി, നിങ്ങൾക്കും വിഷമമുണ്ടായി. എന്ത് കേട്ടപ്പോൾ? മാത്രം എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായില്ലേ? ഉണ്ടായി. നമുക്കത് പരിശോധിക്കാം. ആശിൻ നഈമി എഴുതിയ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി, അത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ് ആശിൻ നഈമി എഴുതിയ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി. പ്രാർത്ഥന ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിൻ്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. അപ്പം മാത്രം കേട്ടപ്പോൾ വെറുപ്പാണ് ഉണ്ടായത്, ഇഷ്ടമാണ് ഉണ്ടായത്. ആയത്തിൽ എന്താ പറയണേ? എൻ്റെ വകയല്ല. 39-ാം അധ്യായം 45 പറയണെന്താ? മാത്രം എന്ന് കേൾക്കുമ്പോൾ പൊറുതി മുട്ടുന്ന ആളുകളുണ്ട്. അള്ളാഹിനെ മാത്രമേ വിളിക്കാവൂ, അള്ളാഹിനോടെ നേർച്ച നേടാവൂ, അള്ളാഹിനോടെ കുട്ടികളെ ചോദിക്കാവൂ, അള്ളാഹിനോടെ അഭിവൃദ്ധിക്ക് തേടാവൂ, അള്ളാഹ് തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് തേടാവൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സമസ്തക്കാർക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് എന്താക്കി മാത്രം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇബ്ലീസാക്കി. നമുക്ക് 2 കാര്യം ചോദിക്കാനുള്ളത്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിൻ്റെ വാദമാണ്. ആ വരിയിലൊരു വലിയ പോയിന്റ് ഉണ്ട്. എത്ര ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടറിയില്ല. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും ആകാം. ഒന്നുകൂടെ വായിച്ചേട്ടെ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിൻ്റെ വാദമാണ്. പിന്നെയോ പ്രാർത്ഥന അള്ളാഹ് അല്ലാത്തവരോടും ആവാം. അതാണ് സത്യസന്ധമായ വാദം. ചിന്തിക്ക്, പഠിക്ക്, ശരിക്കും ആലോചിക്ക്. എത്ര ഭയാനകരമാണ്. നിങ്ങൾ നോക്കേ, സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയത്തങ്ങൾ വലിയ ഖാദി കോഴിക്കോട്, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ പരിഭാഷ, അതിൽ ഫാത്തിഹ 5-ാമത്തെ വചനം ഇയ്യാക നഅ്ബുദുവിൻ്റെ വിശദീകരണം അതിലത് പറയാണ്. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് വ്യാഖ്യാനക്കുറിപ്പ് അത് കേട്ടുകൊണ്ടിട്ടോ. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാൻ. ഇക്കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല. അതിനാൽ അല്ലാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. അടുത്ത വാചകം കേട്ടോളി. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിൻ്റെ ഭാഗമാണ് താനും. എത്ര വ്യക്തമാണല്ലേ? അതെ. എന്നാൽ ഇവരുടെ അവസ്ഥ എന്താ? നമ്മൾ ചോദിക്കാം. തൗഹീദ് സംശയങ്ങളും മറുപടിയും. ഹിദായ പബ്ലിക്കേഷൻ, പാലാഴി, കോഴിക്കോട്. അതിൽ അദ്ദേഹം പറയാണ്. അബ്ദുൽ നാസർ അഹ്സനി, വടവട്ടൂർ. അതിൽ പറയാണ് യാക്കനബുദ്ധിനെ പറ്റി പറയാണ്. ഈ ആയത്തിനെതിരാണ് ഇസ്തിഗാസ എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. അത് വിഡ്ഢിത്തമാണ്. കാരണം ഒന്ന്, ഇയ്യാക നസ്തഈൻ എന്നത് എന്നാൽ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നിന്നോട് മാത്രം എന്നർത്ഥമില്ല. എന്നും നിന്നോട് മാത്രം
എന്നർത്ഥം മുഅ്തസിലി ചിന്താഗതിക്കാരായ ആ ആളുകളുടെ ചിന്തയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം മാത്രം കേൾക്കുമ്പോൾ ചൊറി പിടിക്കുക, ഭ്രാന്തെടുക്കുക. ഞങ്ങൾ ഒത്രേ പറഞ്ഞുള്ളൂ, സമസ്ത എന്താണെന്ന് പഠിപ്പിക്കാൻ ഖുർആനിലെ 33-ാം അധ്യായം 45-ാമത്തെ വചനം മുജാഹിദുകൾ ഹിദായത്തിലാണെന്നും സമസ്ത പിഴവിലാണെന്നും പഠിപ്പിക്കാൻ ഈ ആയത്ത് മതി. നിങ്ങളതിന് കണ്ടത് അങ്ങനെയാണ്. ഇനി ബാക്കവിയുടെ, അതായത് അംസക്കോയ ബാക്കവിയുടെ ഖുർആൻ വ്യാഖ്യാനം, അതിൽ അദ്ദേഹത്തിന് ഭ്രാന്തെടുക്കുന്ന രംഗങ്ങൾ വായിച്ച് കേൾപ്പിച്ചതാണ്. നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. മാത്രം എന്നത് ഒഴിവാക്കി. മാത്രത്തോടുള്ള വിരോധം നിങ്ങൾക്കുണ്ടെന്നേ പറഞ്ഞുള്ളൂ. മക്കാ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങൾ ഓരോടൊപ്പാണ്. അടുത്ത വാചകം എന്നറിയോ? നിന്നോട് മാത്രം എന്നാണ് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ലെന്ന് ചിലർ വാദിക്കുന്നു. ചിലർ, മുഹമ്മദ് നബിയാ വാദിച്ചേ. ഖുൽ ഇന്നമാ അദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ചോദിക്കില്ല എന്ന് പറയും, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. അപ്പം എന്നാൽ ആയത്തിൻ്റെ അർത്ഥം നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തരുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല. അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. അപ്പം മാത്രം കേട്ട ഭ്രാന്തെടുക്കുന്ന അള്ള പറഞ്ഞു. അള്ളാൻ്റെ കൂടെ വേറൊരാളെ ചേർത്ത് പറയുമ്പോൾ പിഴച്ചവർക്ക് സന്തോഷാവും. അതുകൊണ്ട് സമസ്ത പിഴച്ചതാകുന്നു, സമസ്ത വഴിവേബിലാകുന്നു, സമസ്ത ക്ഷണിക്കുന്നത് നരകത്തിലേക്കാകുന്നു. മനസ്സിലാക്കുക. ഇനി ഇവിടെ രണ്ടാൾ വന്നു. ഒരാൾ AP സുന്നിയാണ്, ഒരാൾ EK സുന്നിയാണ്. കഴിഞ്ഞ പൈവളികയിൽ വന്നപ്പോൾ ഞാൻ MT ദാരിമിയോട് എന്ത് പറഞ്ഞിരുന്നു? ദാരിമി ആ സാധനത്തിൻ്റെ കൂടെ വേദി പങ്കെടുക്കാൻ നിനക്കൊരു ലജ്ജയും തോന്നിയില്ലേ? നീ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട് നേരിട്ട്. അദ്ദേഹം ഞാനും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എനിക്ക് മറുപടി അറിഞ്ഞു പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നിട്ടും അദ്ദേഹം അത് തുടർന്നു. ഇനി ഈ വിഷയത്തിൽ എന്താണ് മമ്പാട്ടുകാരൻ എന്താണ് പറയുന്നത്? ദാരിമിയെക്കുറിച്ച് എന്താ പറയുന്നത്? അവർ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അത് നമ്മൾ ശരിക്ക് കേൾക്കേണ്ട ഒരു മേഖലയാണ്. ഒരു മിനിറ്റ് തന്നെ. മോനെ, സ്വാഗത പ്രഭാഷണം നമ്മളൊരു ഫയലുണ്ടാക്കി. അതിലെ 8 ഒന്നെടുത്തേ. 1400 വർഷങ്ങളായി ഇന്ന് വരെ തൗഹീദിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ അഖീദയുടെ വിഷയത്തിൽ നമുക്കൊരു സമസ്ത ഭിന്നിക്കുകയോ അല്ലെങ്കിൽ ഒരു സമസ്ത മുശാവറ കൂടേണ്ടയോ ആവശ്യം വന്നിട്ടില്ല. കാരണം അന്നും ഇന്നും ഞങ്ങളുടെ തൗഹീദ് ഒന്നാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ തൗഹീദിൻ്റെ കാര്യത്തിൽ ഒന്നാണ്. അതാണോ അല്ലേ നമുക്ക് വേറെ പരിശോധിക്കാം. പക്ഷേ ചിലപ്പം നമ്മുടെ മുസൽസലായി പറയുമായിരിക്കും. ഇവിടെ നിങ്ങൾ 10-ാമത്തെ അല്ല 9 ഇപ്പം നമ്മളെടുത്ത് 9. അതേ നരകത്തിലേക്ക് സീറ്റൊരുക്കുന്നവരാരാണ്? സുന്നി അഫ്കാർ കച്ചത്തിലെടുക്കുന്ന യസ്കക്കാരാ. നീ നരകത്തിൽ ഇരിപ്പിടമൊരുക്കിയവനാണ്. ഇരിപ്പിടം നരകത്തിലുള്ളവൻ നിന്റെ ആസ്ഥാനത്താണെന്ന് നിന്റെ പ്രസിദ്ധീകരണം തെളിയിക്കുകയാണ്. ഏത് EK സുന്നി നരകത്തിലാണ്? ആര്? മമ്പാട്ടുകാരൻ. അവൻ നരകത്തിലേക്ക് പോകുന്ന MT ദാരിമിയും സ്വർഗത്തിലേക്ക് വിളിക്കുന്ന വലിയ സാധനവും ഒന്നിച്ചിരിക്കുക. ആലോചിക്കുക, ഈ മമ്പാട്ടുകാരൻ ആരാന്ന് ആലോചിക്കുക, കൊണ്ടെടുക്കണമെന്ന് ആലോചിക്കുക. എനിക്ക് നിങ്ങൾ രണ്ടുപേരും തുടരുന്ന ഞങ്ങൾക്ക് കയറ്. പക്ഷേ സംസ്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു മതിപ്പുണ്ടായിരുന്നു. മമ്പാട്ടുകാരൻ എന്താ പറയുന്നത്? സമസ്ത നരകത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ചവരാണ്. അത് ഓനോട് ആര് പറഞ്ഞ്? സമസ്തക്കാരൊക്കെ സ്വർഗത്തിൽ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് ഓനോട് ആര് പറഞ്ഞ്? MT ദാരിമി നരകത്തിലാണ്. ഇനി അവൻ്റെ ഒരു കിളിപ്പൂടെ ആ തുടർച്ചയുടെ 10. ഇതാണ്
ഷെയർ മുബാറക് ആവണ്ടേ? ആയതുകൊണ്ടല്ലേ വർഗപ്പെടുത്തൽ. ഒരാൾ വന്നിട്ട് പറയാം, ഇതാ ഈ തരീഖത്ത് റസൂലുള്ളാഹിയാണ്, തനക്ക് സുഖമില്ലാന്നല്ലാതെ. അതല്ലേ ഞങ്ങൾ അമ്പലക്കട കൊണ്ടുവന്നപ്പോ സുഖല്ലായി എന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുമ്പോ ഞങ്ങൾ കൊണ്ടെന്തോരം കൊണ്ടുവരുമ്പോ സ്വീകരിച്ചോ? ഇതെന്താ കുട്ടിക്കളിയാ? അല്ല, ഇത് വർക്കത്തെടുക്കല. അത് വിഷയം പറയാ. ശരിക്കും സത്യം MT ദാരിമിയെ മമ്പാട്ടുകാരൻ പൊളിച്ചടക്കുകയാണ്. എന്നിട്ട് MT ദാരിമിയെ പറ്റി പറയുന്നതറിയോ? അയാൾ വക്കമൗലവിൻ്റെ ആളായി. വക്കമൗലവിൻ്റെ ആൾ കേൾപ്പിക്കാൻ സമയമില്ലാത്തതാണ് ഈ ക്ലിപ്പ് അതിലുണ്ടാവും, അത് കേട്ടാൽ മതി. MT ദാരിമി വക്കമൗലയുടെ ആളായിട്ടുണ്ട്. വക്കമൗലയുടെ ആദർശം ഹൃദയത്തിലുള്ള ആളാണ് MT ദാരിമി. എന്നിട്ട് ആ MT ദാരിമിൻ്റെ കൂടെ ഇരിക്കുക. ഓൻ തന്നെ ചോദിക്കാറ് നമ്മളോടൊന്ന് കുടുപ്പുണ്ടോ മുജാഹിദുകളെ? ചോദിക്കുന്ന നിനക്കതുണ്ടോ മോനെ? അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല കേട്ടോ. നിൻ്റെ മമ്പാട്ടുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള ജാം ജൂന്ന് അത് കിട്ടൂല. അത് സ്വരണ്ട. ഇവിടെയാണ് MT ദാരിമിയെ ആലോചിച്ച് നോക്കണം. ആ ദാരിമി നരകത്തിലാണെന്ന് പറഞ്ഞ് ജോലി ഉണ്ടാളോടെ ഇരിക്കുക. വജഅൽനാഹും അയിമത്തൻ യദൂന ഇലന്നാർ. നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരുണ്ട്. നരകത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരും സ്വർഗത്തിലേക്ക് വിളിക്കുന്ന നേതാക്കന്മാരും ഒരു സ്റ്റേജിൽ എന്നിട്ട് പറയാണ് ഞങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമില്ല എന്ന്. സ്വാഗതം പറഞ്ഞ കുഞ്ഞിമോനെ, എനിക്ക് പ്രായക്കുറവുണ്ട്, അറിവിൻ്റെ കുറവുണ്ട്, അനുഭവ സമ്പത്തിൻ്റെ കുറവുണ്ട് കുട്ടിയെ. നീയാണ് അവരെക്കാൾ മിടുക്കനായി മാന്യമായി സംസാരിച്ചത്. പക്ഷേ അവസ്ഥ കഷ്ടമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് MT ദാരിമിയുടെ 5-ാമത്തെ നിങ്ങൾ ശരിക്കൊന്ന് കേട്ടോളിട്ടോ. ഏത് ഖുർആൻ? ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന വഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിനെ വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാതെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിനുള്ളത്. എങ്ങനെ? സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായിട്ട് അതായത് ഞാനൊരായത്ത് ഓതി, അപ്പോൾ അതിലുള്ള ഒരു പദത്തിൽ കട്ടികൂട്ടി പറയേണ്ടത് കട്ടികൂട്ടി പറഞ്ഞില്ല. മാഷാ അല്ലാഹ്, അത് തിരുത്തി തന്നതിലുള്ള നന്ദി MT ഞാൻ രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ നമ്മൾ അവതരിപ്പിച്ച വിഷയത്തിന് ജനങ്ങളെ ശ്രദ്ധ തെറ്റിച്ച് കൊണ്ടുപോയിട്ട് പൗരോഹിത്യത്തിന് ഇവരൊക്കെ കിട്ടണം. അതിനുവേണ്ടി എൻ്റെ ആയത്ത് തെറ്റിയിൽ കിടന്ന് അത് പൈവളികയിലുണ്ടായി. അവിടെ ആയത്ത് ഓതി അപ്പോഴും തെറ്റി. ഇവിടെ എന്താ അറിയോ? എനിക്ക് ആയത്ത് തെറ്റി, എനിക്ക് ചങ്ങായിമാരെ അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി. അങ്ങനെ അയാൾ തിരുത്തി തന്നു. ഓക്കെ, എനിക്ക് തിരിച്ചിട്ട് ഏത് ഖുർആനിലേക്ക് അങ്ങോട്ട് വിളിക്കണതെന്ന് ചോദിച്ചിട്ട് മുമ്പ് ഓതുന്ന എന്താ? ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. ഏത് 2-ാം ക്ലാസ്സിലെ ചെറിയ കുട്ടിനെ വിളിച്ചു വെച്ചാലും ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചന. അതിൽ മൂപ്പര് ഉദി എങ്ങനെയാ? എന്നിട്ട് മൂപ്പർക്ക് തിരുത്തി കൊടുത്തു. തിരിച്ചിട്ട് അതും അറിഞ്ഞില്ല. മറ്റതായിട്ടൊക്കെ ഒരുപാട് പ്രസംഗങ്ങളിൽ, പല നാടുകളിലുള്ള പ്രസംഗങ്ങളിൽ അപ്പൊ ഖുർആനാണെന്ന് പറയുന്ന ഒരൊറ്റ ഇത് ഖുർആനാണോ അല്ലേ? നമുക്കൊക്കെ സംഭവിക്കാം. സ്ക്രീനിൽ പോകുന്നുണ്ടോ? വരാം, പക്ഷെ അത് അപ്പം തന്നെ തിരുത്തി തരാനും പിന്നിൽ ആളുകളുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്ത്. കണ്ടോളില്ലേ? ആരോ ഒരാൾ വരുന്നുണ്ടോ തിരുത്തേ? സ്ക്രീനിൽ ഇപ്പോൾ ഒരാൾ തിരുത്തുന്നുണ്ടോ? ഉണ്ടോ? സ്റ്റോപ്പായി. ഉണ്ട്. അയാൾക്ക് മനസ്സിലായില്ല. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന ഓതിയത് ബേക്കിന്ന് തിരുത്തി കൊടുക്കാൻ വന്നു. അപ്പോഴേ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സതുദ്ദേശപരമായ പ്രസംഗത്തെ, ഖുർആൻ പഠിപ്പിച്ച പ്രസംഗത്തെ ഖണ്ഡിച്ചുകൊണ്ട് ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും മലിനമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയുടെ കൂടെ വേദി പങ്കുവെച്ചിട്ട് എനിക്ക് ആയത്ത് തെറ്റി എന്ന് പറയുമ്പോൾ ഒരു പുതിയ ആയത്ത് ഓതുമാറ് അങ്ങ് വഴിതെറ്റിപ്പോയത് ആരുടെ കറാമത്ത് കൊണ്ടാണ് എന്ന് സ്വയം ചിന്തിക്കുക, ഓർക്കുക. ഞാനിതിന് സ്വാഗതം പറഞ്ഞ കുട്ടിയോടും പറയാം, മോനെ നീ ഇവിടെ പറയേണ്ട എനിക്ക് സമയമല്ല, പിന്നീട് ഒരിക്കലാവാം. നീ പറയേണ്ടത് അബൂജഹലിനെ ഞാൻ ഹാജി എന്ന് വിളിച്ചു, നീയും പറഞ്ഞിട്ടുണ്ട് ഹാജി എന്ന് വിളിച്ചു. നീ എന്താ പറഞ്ഞേ? അവരുടെ ഹജ്ജ് ആഭാസത്തിൻ്റെ ഹജ്ജായിരുന്നു. അതല്ലേ ഞാൻ തെൽബിയത്ത് ഉദ്ധരിച്ചത്? ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കുഹു വമാമലക്ക
എന്നവർ പറഞ്ഞ ആഭാസത്തിൻ്റെ ഹജ്ജ. അതാണ് നബി തിരുത്തി കൊടുത്തത്. ഒരു തുണി കഴിച്ചിട്ട് ഹജ്ജ് ചെയ്തു. ഒരു വേള നിങ്ങളെക്കാൾ ഉഷാറായിരുന്നു. എന്താ? പാപം ചെയ്ത തുണിയായിട്ടങ്ങൾ വരുന്നത്. പല പള്ളി ദർശനം കുടിക്കാണ്ട് നിസ്കരിച്ചാളുണ്ട് എന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നെ പറയില്ല, എന്നെ കൂടുതൽ പറയിപ്പിക്കരുത്. ആ നിങ്ങളാണ് എന്ത് ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് തവാഫ് ചെയ്തു. എന്താ? പാപം ചെയ്യാൻ ഉപയോഗിച്ച ഡ്രസ്സ് അഥവാ പാപം ചെയ്യുമ്പോൾ ഇട്ട ഡ്രസ്സ് അതുപോലും ഇട്ടാൽ പടച്ചോൻ പുറത്തിനുള്ള നാം വിശ്വസിക്കുമാറ് അവരുടെ മനസ്സ് APK ശുദ്ധമായിരുന്നു എന്നർത്ഥം. എമൃത് പറയണല്ല. പക്ഷേ പൂർണ്ണ ഹജ്ജായിരുന്നില്ല. പൂർണ്ണ ഹജ്ജാകണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം എന്ന ആശയം സ്വീകരിക്കണം. അള്ളാഹ് കൊടുത്ത കഴിവെന്ന് തേടുക എന്നത് ഉണ്ടാകാതിരിക്കണം. അപ്പോഴാണ് രക്ഷ. അതുകൊണ്ട് സഹോദരങ്ങളെ,